നമസ്തേ. സൺഡേ ഡിബേറ്റിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്വാഗതം. ഭാരതത്തിനെതിരെയുള്ള കടന്നുകയറ്റത്തിൻ്റെ മുനയൊടിക്കുകയാണ് ഭാരത സർക്കാർ. അത് ആദ്യം നയതന്ത്ര തലത്തിലായിരുന്നുവെങ്കിൽ ഇപ്പോൾ ഭാരതത്തിനുള്ളിൽ സർക്കാരിനെതിരെ തിരിയുന്ന ശക്തികളുടെ കൂടി നാവടപ്പിക്കുന്ന തരത്തിലേക്ക് തന്നെയാണ് കാര്യങ്ങൾ നീക്കുന്നത്. ഭാരതത്തിൻ്റെ ഭീകരവാദത്തിനെതിരെയുള്ള നിലപാടും ഓപ്പറേഷൻ സിന്ദൂറുമായി ബന്ധപ്പെട്ട വിവരങ്ങളും ലോകരാഷ്ട്രങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിക്കാനുള്ള വിദേശകാര്യ സമിതിയെ തീരുമാനിച്ചതിലും ഈ തന്ത്രം ദൃശ്യമാണ്. തന്ത്രവും നയതന്ത്രവുമായി ഭാരതം മുന്നോട്ട്. ഇന്ന് ഈ വിഷയത്തിൽ നമ്മളോടൊപ്പം ചേരുന്ന അതിഥികൾ BJP പ്രതിനിധിയായ അഡ്വക്കേറ്റ് S. ജയസൂര്യൻ, രാഷ്ട്രീയ നിരീക്ഷകൻ ഡോക്ടർ മോഹൻ വർഗീസ്, ഒപ്പം കോൺഗ്രസ് സഹയാത്രികനായ B. റെജി എന്നിവരാണ്. അതിഥികൾക്കും പ്രേക്ഷകർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ആദ്യം ശ്രീ ജയസൂര്യനിലേക്ക്. ശ്രീ ജയസൂര്യൻ, പഹൽഗാം ഭീകരാക്രമണത്തിന് ശേഷം ഭാരതം എടുത്ത നിലപാട് നമ്മളെല്ലാവരും കണ്ടതാണ്. ഓപ്പറേഷൻ സിന്ദൂറിന് മുൻപ് തന്നെ കൃത്യമായി നയതന്ത്ര തലത്തിൽ ശക്തമായ താക്കീത് പാകിസ്ഥാന് നൽകിക്കൊണ്ടായിരുന്നു ഓരോ ചുവടും മുന്നോട്ട് വച്ചത്. അതിൽ വിജയം കൈവരിക്കുകയും തുടർന്ന് ഓപ്പറേഷൻ സിന്ദൂർ വിജയം കൈവരിക്കുകയും ചെയ്തു. അതിനുശേഷം ഇപ്പോൾ നമുക്കറിയാം, ലോകരാഷ്ട്രങ്ങൾക്ക് മുൻപിൽ ഭാരതത്തിൻ്റെ ഭീകരവാദത്തിനെതിരായുള്ള നിലപാടും ഓപ്പറേഷൻ സിന്ദൂറിൻ്റെ കാര്യങ്ങളും വിശദീകരിക്കുന്നതിനായി തീരുമാനിച്ചിട്ടുള്ള സമിതിയെ തിരഞ്ഞെടുത്തതിലും എത്രത്തോളം ആസൂത്രണമുണ്ട്, തന്ത്രമുണ്ട് എന്നുള്ളതാണ്. അതായത് ഇന്ത്യ സഖ്യം, പ്രത്യേകിച്ച് കോൺഗ്രസിനുള്ളിലുള്ളവരെ കൂടി ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ആ സമിതി രൂപീകരിച്ചിരിക്കുന്നത്. അതിൽ കോൺഗ്രസിനോട് പേര് നിർദ്ദേശിക്കാൻ പറഞ്ഞിരുന്നു. പക്ഷേ കോൺഗ്രസ് നിർദ്ദേശിച്ച പേരുകളെല്ലാം തള്ളി. കാരണം പല രീതിയിലുള്ള അഭ്യൂഹങ്ങൾ പകർന്നിരുന്നവരും ആരോപണ വിധേയരായിരുന്നവരുമായിരുന്നു. പക്ഷേ ആരെയൊക്കെയാണോ ഉൾക്കൊള്ളേണ്ടത് എന്ന് കൃത്യമായി കേന്ദ്ര സർക്കാരിന് അറിയാം. അതനുസരിച്ച് തന്നെയാണ് തിരഞ്ഞെടുത്തത്. അതുകൊണ്ടാണ് കോൺഗ്രസ് നിർദ്ദേശിക്കാത്ത ശശി തരൂരിനെ അതിൽ ഒരു സമിതിയുടെ ലീഡറായി തന്നെ തിരഞ്ഞെടുത്തിരിക്കുന്നത്. എന്തായാലും ഭാരത സർക്കാരിൻ്റെ നിലവിലുള്ള നീക്കം അത് ഭാരതത്തിന് പുറത്തു നിന്നുള്ള ശക്തികൾക്കെതിരെയായാലും ഭാരതത്തിനുള്ളിൽ നിന്നുയരുന്ന വിഘടന സ്വരങ്ങൾക്കെതിരെയായാലും എത്രമാത്രം ബുദ്ധിപൂർവമാണ് ഓരോ ചുവടും മുന്നോട്ട് വയ്ക്കുന്നത് എന്നുള്ളതിൻ്റെ ഉദാഹരണമായി മാറുകയല്ലേ ഇത്തരം കാര്യങ്ങൾ? തീർച്ചയായിട്ടും അതെ. കാരണം ഭാരതം ഈ കാര്യത്തിൽ കൈക്കൊണ്ട നിലപാട് ലോകരാഷ്ട്രങ്ങൾക്ക് മുമ്പിൽ അഭിമാനകരമായി, ഒപ്പം തന്നെ വളരെ വ്യക്തമായി സുതാര്യമായി അവതരിപ്പിക്കാൻ ഭാരതം തയ്യാറായി എന്ന് പറയുമ്പോൾ തന്നെ 100% ട്രാൻസ്പെറന്റ് ആയിട്ടുള്ള ഒരു നയവും നയതന്ത്രവും വിദേശ ബന്ധങ്ങളും ഭാരതം സൂക്ഷിക്കുന്നു എന്നുള്ളതിന്റെ തെളിവാണ്. മാത്രമല്ല, ഭാരതത്തിനകത്തുള്ള എല്ലാ രാഷ്ട്രീയ പാർട്ടികളെയും അവരുടെ പ്രതിനിധികളെയും ഉൾപ്പെടുത്തിക്കൊണ്ട് വിദേശ രാജ്യങ്ങളിൽ ഈ വിഷയങ്ങളെ അവതരിപ്പിക്കുന്നതിനും വിശദീകരിക്കുന്നതിനും വേണ്ടി 7 സംഘങ്ങളെയാണ് കേന്ദ്ര സർക്കാർ തയ്യാറാക്കിയത്. അതിൽ പാർലമെന്റിലെ അംഗത്വമുള്ള മിക്കവാറും എല്ലാ രാഷ്ട്രീയ പാർട്ടികളുടെ പ്രതിനിധികളും ഉൾപ്പെടുന്നുണ്ട്. നമുക്കറിയാം, ഭാരതത്തിന്റെ ഉള്ളിൽ രാഷ്ട്രീയ രംഗത്ത് വ്യത്യസ്തമായ നിലപാടുകൾ എടുക്കുന്ന രാഷ്ട്രീയ പാർട്ടികളാണ്. പ്രതിപക്ഷത്തും ഭരണപക്ഷത്തുമൊക്കെ മാറി മാറി നിന്നുകൊണ്ട് അവരവരുടെ റോളുകൾ വളരെ ഭംഗിയായി ചെയ്യുമ്പോഴും ഓപ്പറേഷൻ സിന്ദൂർ എന്ന വിഷയത്തിൽ ഭാരതം ഒറ്റക്കെട്ടായിരുന്നു. പാകിസ്ഥാൻ നേരിട്ടതുപോലെയുള്ള ആഭ്യന്തര പ്രശ്നങ്ങളോ അല്ലെങ്കിൽ പടലപ്പിണക്കങ്ങളോ ഒന്നും തന്നെ ഭാരതത്തിൽ ഉണ്ടായില്ല. മുഴുവൻ പാർട്ടികളും മുഴുവൻ നേതാക്കന്മാരും ഒറ്റക്കെട്ടായി ഭാരതത്തിന്റെ രാഷ്ട്രീയ നേതൃത്വത്തിന്, പ്രധാനമന്ത്രി നരേന്ദ്രമോദിജിക്ക്, കേന്ദ്ര ഗവൺമെന്റിന്, ഇന്ത്യൻ സൈന്യത്തിന് ഒരേപോലെ പിന്തുണ കൊടുക്കുന്ന കാഴ്ച നമ്മൾ കണ്ടു. കാശ്മീരിൽ നിന്നുള്ള മുഫ്തി മുഹമ്മദ് ആണെങ്കിലും, അല്ലെങ്കിൽ ഒമർ അബ്ദുള്ള ആണെങ്കിലും, അഹമ്മദാബാദിലെ ഒവൈസി ആണെങ്കിലും, എല്ലാവരും തന്നെ കേരളത്തിലെ മുസ്ലിം ലീഗ് അടക്കം മുഴുവൻ രാഷ്ട്രീയ പാർട്ടികളും കേന്ദ്ര ഗവൺമെന്റിനോട് ഒപ്പം ഒറ്റക്കെട്ടായി നിൽക്കുന്നതിൽ പരസ്പരം മത്സരിക്കുകയായിരുന്നു എന്ന് നമുക്ക് കാണാം. എന്നാൽ അതിനുശേഷം നമ്മൾ ഈ ഓപ്പറേഷൻ വിജയകരമായി പര്യവസാനിപ്പിച്ചിട്ടില്ല എന്ന് തന്നെ കേന്ദ്ര ഗവൺമെന്റ് പറഞ്ഞു. ജാഗ്രതയിലാണ്. ഓപ്പറേഷൻ സിന്ദൂർ ഏത് നിമിഷവും നമുക്ക് പുനരാരംഭിക്കേണ്ടി വരും. കാരണം പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം അവർ നൽകിയിട്ടുള്ള ഉറപ്പുകൾ പാലിച്ച ചരിത്രം അവർക്കില്ല. അങ്ങനെ ഒരു പാരമ്പര്യവുമില്ല. അതുകൊണ്ട് ഏത് നിമിഷവും ഈ പറഞ്ഞ ഉറപ്പുകൾ ലംഘിക്കപ്പെടാം എന്നുള്ളത് കൊണ്ട് ഓപ്പറേഷൻ സിന്ദൂർ അവസാനിപ്പിച്ചിട്ടില്ല എന്നും ഭാരതം വ്യക്തമായി. എന്നാൽ അതോടൊപ്പം തന്നെ വിദേശ രാജ്യങ്ങളുടെ മുമ്പാകെ, ലോക മാധ്യമങ്ങളുടെ മുമ്പാകെ വളരെ വിശദവും ദുരുപദിഷ്ടവുമായിട്ടുള്ള വ്യാജ പ്രചരണങ്ങൾക്ക് പാകിസ്ഥാൻ നേതൃത്വം കൊടുക്കാൻ തുടങ്ങി.
അപ്പോൾ യഥാർത്ഥത്തിൽ എന്താണ് സംഭവിച്ചത് എന്നുള്ളത് പുറത്തു വരാത്ത വണ്ണം പുകമറ സൃഷ്ടിച്ചുകൊണ്ട് അസത്യങ്ങൾ പ്രചരിപ്പിക്കുന്ന ഒരു നിലവാരത്തിലേക്ക് പാകിസ്ഥാൻ തരം താണപ്പോൾ സത്യസന്ധമായി ഈ വസ്തുതകൾ എന്താണ് എന്ന് ലോകത്തിന് മുമ്പിൽ അവതരിപ്പിക്കേണ്ട ബാധ്യത ഭാരതത്തിന് വന്നു ചേർന്നു. അതുകൊണ്ടാണ് ഒരു പാർലമെന്റ് സമ്മേളനം നടത്തുന്നതിന് പോലും മുൻപ് ഇത്തരം കാര്യങ്ങൾ വിദേശ രാജ്യങ്ങൾക്ക് മുമ്പാകെ വ്യക്തവും വിശദവുമായി അവതരിപ്പിക്കാൻ ഭാരതം തയ്യാറായത്. ആ സമയത്ത് ഭാരതത്തിലെ മുഴുവൻ രാഷ്ട്രീയ പാർട്ടികളോടും കേന്ദ്ര ഗവൺമെന്റ് ആവശ്യപ്പെടുകയുണ്ടായി, നിങ്ങളുടെ പ്രതിനിധികളെ തരണം. വിദേശത്തിലേക്ക് പോകുന്ന 7 സംഘങ്ങളിൽ, അതായത് പാർലമെന്ററി കമ്മിറ്റികളിൽ നിങ്ങളുടെ പ്രതിനിധികളെ തരണം എന്ന് എല്ലാ രാഷ്ട്രീയ പാർട്ടികളോടും അഭ്യർത്ഥിച്ചത് സമയത്ത് തന്നെ കോൺഗ്രസ് പാർട്ടിയോടും അഭ്യർത്ഥിക്കുകയുണ്ടായി. കോൺഗ്രസ് പാർട്ടി 4 പേരുടെ പേരാണ് മുന്നോട്ട് വെച്ചത്. എന്നാൽ ആ 4 പേർ എന്ന് പറയുന്നത് MP-മാരുടെ പ്രതിനിധികളായിരിക്കണം എന്ന് കേന്ദ്ര ഗവൺമെന്റ് എടുത്തു പറഞ്ഞിട്ട് പോലും MP-മാരല്ലാത്തവരെ നിർദ്ദേശിക്കുകയും വിദേശ രാജ്യങ്ങളുമായി, പ്രത്യേകിച്ച് പാകിസ്ഥാനുമായി സുഖകരമല്ലാത്ത ബന്ധങ്ങളിൽ ഏർപ്പെടുന്ന വ്യക്തികളെ അതിൽ ഉൾപ്പെടുത്തുകയും സത്യപ്രതിജ്ഞാ വേളയിൽ പാകിസ്ഥാൻ സിന്ദാബാദ് വിളിക്കപ്പെട്ട അണികളെ ഉള്ള MP-മാരെ അതിൽ ഉൾപ്പെടുത്തുകയും ഒക്കെ ചെയ്തപ്പോൾ കോൺഗ്രസ് പാർട്ടിയുടെ മനസ്സിലിരിപ്പ് വളരെ വ്യക്തമായി. അതായത് ഭാരതത്തിന്റെ ഭാഗത്ത് നിന്നുകൊണ്ട് ഇന്ത്യ എന്ന രാജ്യത്തിന്റെ പ്രതിനിധികളായി വിദേശ രാജ്യങ്ങളിലേക്ക് പോയി കാര്യങ്ങൾ വിശദീകരിക്കേണ്ടവരുടെ ഒരു ലിസ്റ്റ് ആവശ്യപ്പെടുമ്പോൾ പ്രഗത്ഭരായിട്ടുള്ള, നല്ല ട്രാക്ക് റെക്കോർഡുള്ള, വ്യക്തമായ ദേശഭക്തിയുള്ള, ഈ യുദ്ധസമയത്ത് ഇന്ത്യയോടൊപ്പം കൂറോടുകൂടി ഉറച്ചു നിന്നുകൊണ്ട് തങ്ങളുടെ അഭിപ്രായങ്ങൾ ധീരമായി പ്രകടിപ്പിച്ച പരിണിതപ്രജ്ഞരായിട്ടുള്ള ആൾക്കാർ കോൺഗ്രസിലുണ്ട്. അതിലൊരു ഉദാഹരണമാണല്ലോ ശശി തരൂർ. അദ്ദേഹം നമ്മുടെ പാർലമെന്റിന്റെ വിദേശകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കൂടിയാണ്. അപ്പോൾ വിദേശകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനായ കോൺഗ്രസ് നേതാവ് ശശി തരൂർ MP, അദ്ദേഹം ഐക്യരാഷ്ട്രസഭയുടെ സെക്രട്ടറി എന്ന പദവി വഹിച്ചിരുന്നു. ലോകത്തെ എല്ലാ രാജ്യങ്ങളുമായിട്ടും നല്ല ബന്ധമുള്ള വ്യക്തിയാണ്. ആ വിഷയത്തിൽ അദ്ദേഹം അങ്ങേയറ്റത്തെ പണ്ഡിതനും സ്കോളറുമാണ്. ഈ എല്ലാ വസ്തുതകളും കോൺഗ്രസിന് നന്നായിട്ട് അറിയാം. പക്ഷേ അദ്ദേഹത്തെ ഒഴിവാക്കിക്കൊണ്ട് മറ്റു ചിലരെ കോൺഗ്രസ് പാർട്ടി മുന്നോട്ട് വെക്കുമ്പോൾ ഇത് കേവലം ഒരു രാഷ്ട്രീയ വിഷയമല്ല എന്ന് ഭാരതം മനസ്സിലാക്കണം. കാരണം ഇത് രാഷ്ട്രീയത്തിലുപരി രാജ്യത്തിന്റെ ആത്മാഭിമാനത്തെയും രാജ്യത്തിന്റെ നിലപാടുകളെയും ലോകത്തിന് മുമ്പാകെ ഉയർത്തിപ്പിടിക്കേണ്ട ഒരു ദൗത്യമാണ് ഇവരെ ഇന്ത്യ ഗവൺമെന്റ് ഏൽപ്പിക്കുന്നത്. അത് ശ്രീ ശശി തരൂർ അഭിമാനത്തോടു കൂടി ഏറ്റെടുക്കുകയും ചെയ്തു. ആ സമയത്ത് അദ്ദേഹം പറഞ്ഞു, നേഷൻ ഫസ്റ്റ്, പൊളിറ്റിക്സ് നെക്സ്റ്റ്. അപ്പൊ രാജ്യമാണ്, രാഷ്ട്രമാണ് ഒന്നാമത്, രാഷ്ട്രീയം രണ്ടാമതാണ്. കേന്ദ്ര ഗവൺമെന്റ് എന്നിൽ അർപ്പിച്ച വിശ്വാസത്തിൽ ഞാൻ അഭിമാനം കൊള്ളുന്നു. അതുകൊണ്ട് ഭാരതത്തിന്റെ പ്രതിനിധിയായി ലോകമെമ്പാടും പോകുന്നതിൽ എനിക്ക് അങ്ങേയറ്റത്തെ അഭിമാനമുണ്ട് എന്ന് പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം ആ ഓഫർ സ്വീകരിക്കുന്നത്. ഇവിടെയാണ് കോൺഗ്രസ് പാർട്ടി വളരെ നഗ്നമായിട്ടുള്ള രാഷ്ട്രീയം കളിക്കുന്നത്. അതായത് പാർട്ടിക്കുള്ളിൽ അനഭിമതനായിരുന്ന അല്ലെങ്കിൽ അനഭിമതനായേക്കാമെന്നുള്ള അതിന്റെ ഗാന്ധി കുടുംബത്തിന് അത്ര പ്രിയങ്കരനല്ലാത്ത ശശി തരൂരിനെ ഇത്തരമൊരു ദൗത്യത്തിൽ നിന്ന് ഒഴിവാക്കുന്നു എന്ന് പറഞ്ഞാൽ അത് കേവലം രാഷ്ട്രീയമായിട്ടുള്ള അവരുടെ ആവശ്യമായിരിക്കാം. പക്ഷെ പകരം വെച്ച ആൾക്കാർ പാകിസ്ഥാനുമായി അവിഹിതമായ ബന്ധങ്ങൾ സ്ഥാപിച്ചിട്ടുള്ളവരും പാകിസ്ഥാൻ സിന്ദാബാദ് അണികളെ കൊണ്ട് വിളിപ്പിക്കുന്നവരും MP സ്ഥാനം പോലും ഇല്ലാത്തവരും അങ്ങനെയുള്ള ആൾക്കാരെ തിരഞ്ഞു പിടിച്ച് ഈ സംഘത്തിലേക്ക് നിയോഗിക്കുക എന്ന് പറഞ്ഞാൽ അതിന്റെ പിന്നിലുള്ള ചേതോവികാരം എന്താണ്? ഇന്ത്യ വിരുദ്ധമായിട്ടുള്ള നിലപാടുകൾ സുവ്യക്തമാക്കിയിട്ടുള്ള പ്രതിനിധികളെ, അത്തരം പ്രതിനിധികളെ ഈ വിദേശ പ്രതിനിധി സംഘത്തിലേക്ക് കോൺഗ്രസ് പാർട്ടി നിർദ്ദേശിക്കുന്നു എന്ന് പറയുമ്പോൾ അങ്ങേയറ്റത്തെ രാജ്യവിരുദ്ധത കുത്തി നിറച്ച മനസ്സുകളെ ഈ പറയുന്ന സമിതികളിലേക്ക് കൊണ്ടുവന്നാൽ വിദേശത്ത് പോയി അവരെടുക്കുന്ന നിലപാടുകൾ എന്തായിരിക്കും? അവർ ഭാരതത്തെക്കുറിച്ച് അവതരിപ്പിക്കുന്ന ഇമേജ് എന്തായിരിക്കും? ഓപ്പറേഷൻ സിന്ദൂറിന്റെ കാര്യത്തിൽ അവർ കൊടുക്കുന്ന വിശദീകരണം എന്തായിരിക്കും? ഇത് ഭാരതത്തെ സംബന്ധിച്ചിടത്തോളം എത്രയൊക്കെ മാരകമായിട്ടുള്ള അപകടങ്ങളിലേക്ക് കൊണ്ടുവന്നെത്തിക്കും? ഇതൊക്കെ ചിന്തിക്കേണ്ട ഒരു ചുമതല കേന്ദ്ര ഗവൺമെന്റിനുണ്ട്. ഇവിടെ രാഷ്ട്രീയമല്ല, രാഷ്ട്രമാണ് പ്രധാനം. അതുകൊണ്ട് കേന്ദ്ര ഗവൺമെന്റ് നിർബന്ധിതമായതാണ് കോൺഗ്രസിന്റെ ഉൾപാർട്ടി പോരിലും ഉൾപാർട്ടി പൊളിറ്റിക്സിനും അപ്പുറം രാഷ്ട്രത്തിന്റെ ദൗത്യം ഉയർത്തിപ്പിടിക്കാൻ കഴിവുള്ളവരെ കണ്ടെത്തേണ്ട ചുമതല കേന്ദ്ര ഗവൺമെന്റിന് ഏറ്റെടുക്കേണ്ടി വന്നു. ഇതൊരു ഗതികേടാണ്.
കോൺഗ്രസ് പാർട്ടിയുടെ ജയസൂര്യൻ, അതോടൊപ്പം മറ്റൊരു കാര്യം കൂടിയുണ്ട്. ഇവിടെ കോൺഗ്രസിന് ചില സ്ഥാപിത താല്പര്യങ്ങൾ ഉണ്ടായിരുന്നു എന്നുള്ളത് പച്ചയായ ഒരു പരമാർത്ഥമായി തന്നെ മുന്നിൽ നിൽക്കുകയാണ്. പക്ഷേ അപ്പോഴും കൃത്യമായി ഈ പ്രതിപക്ഷ പാർട്ടികളെ കൂടി ഇതിൽ ഉൾപ്പെടുത്തുക, നമുക്ക് വേണ്ടി, ഭാരതത്തിനു വേണ്ടി ഒറ്റക്കെട്ടായി സംസാരിക്കുക ലോകരാഷ്ട്രങ്ങൾക്ക് മുൻപിൽ എന്നുള്ളൊരു തീരുമാനം, അത് അങ്ങേയറ്റം സുതാര്യമായി സ്വീകരിക്കുന്ന തരത്തിലേക്ക് കേന്ദ്ര സർക്കാർ ഒരു സമിതി രൂപീകരിക്കുകയും 7 സംഘങ്ങളാക്കുകയും കൃത്യമായ നിർദ്ദേശങ്ങൾ നൽകുകയും ചെയ്യുന്നു. ഒരു പക്ഷേ നമുക്ക് മറ്റൊരു വശത്തു നിന്നുകൂടി ചിന്തിക്കുകയാണെങ്കിൽ, നമുക്കറിയാം ഇപ്പോൾ പ്രതിപക്ഷ പാർട്ടികളിലുള്ളവരെല്ലാവരും ഈ സമിതികളിലുണ്ട്. അതിൽ ചിലതിൽ ലീഡർ നിരയിലേക്ക്, നേതൃനിരയിലേക്ക് വന്നിരിക്കുന്നതും അതിലെ പ്രതിപക്ഷമാണ്. പ്രത്യേകിച്ച് ശശി തരൂർ ഉൾപ്പെടെയുള്ള, കനിമൊഴി ഉൾപ്പെടെയുള്ളവർ ഒക്കെ തന്നെ. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് വ്യക്തമാകുന്ന മറ്റൊരു വസ്തുത എന്ന് പറയുന്നത്, എപ്പോഴൊക്കെ ഭാരതത്തിനകത്ത് നിന്ന് നമ്മുടെ രാജ്യത്തിനെതിരായി ശബ്ദമുയർത്താൻ ശ്രമിച്ചോ അവരെയൊക്കെ കൃത്യമായി ഒരു പൂട്ടിയിരിക്കുകയല്ലേ. അവർക്ക് ലോകരാഷ്ട്രങ്ങൾക്ക് മുന്നിൽ പോയി ഭാരതത്തിൻ്റെ നിലപാടുകൾ വ്യക്തമാക്കണം, ഭാരതം എന്താണോ ആഗ്രഹിക്കുന്നത് എന്നുള്ളത് വ്യക്തമാക്കണം. അപ്പോൾ കോൺഗ്രസ് എത്രയൊക്കെ പ്രതിരോധം ഈ വിഷയത്തിൽ സൃഷ്ടിച്ചാലും കൃത്യമായി തിരഞ്ഞെടുക്കേണ്ടവരെ തിരഞ്ഞെടുക്കുന്നു. അവർ എന്താണ് ഈ ലോകരാഷ്ട്രങ്ങൾക്ക് മുന്നിൽ പറയേണ്ടത് എന്നുള്ള നിലപാട് ഭാരത സർക്കാർ അറിയിക്കുന്നു. അപ്പോൾ പ്രതിരോധത്തിലുമൊപ്പം പൂട്ടുന്ന ഒരു സാഹചര്യത്തിലേക്കും കൂടി കോൺഗ്രസ് വന്നുപെട്ടിരിക്കുകയല്ലേ ഭാരത സർക്കാരിന്റെ ഈ നിലപാടിലൂടെ? തീർച്ചയായിട്ടും ഇവിടെ കോൺഗ്രസ് പാർട്ടി കേന്ദ്ര സർക്കാരിനെ പൂട്ടാനാണ് ശ്രമിച്ചതെങ്കിലും ഇപ്പോൾ പൂട്ടു വീണിരിക്കുന്നത് കോൺഗ്രസ് പാർട്ടിക്ക് തന്നെയാണ്. ആ പാർട്ടി അതിന്റെ ചരിത്രത്തിലെ ഏറ്റവും വലിയ ധാർമ്മികമായ തകർച്ചയെ നേരിടുകയാണ്. പാർട്ടിക്കകത്ത് വ്യത്യസ്തമായ അഭിപ്രായങ്ങൾ ഉയർന്നു വന്നുകൊണ്ടിരിക്കുകയാണ്. അതായത് ദേശീയത ആദ്യം, രാഷ്ട്രം ആദ്യം എന്ന് പറയുന്ന ഒരു വിഭാഗവും, രാഷ്ട്രം പിന്നീട്, ഞങ്ങളുടെ സ്ഥാപിത താല്പര്യങ്ങൾ ആദ്യം എന്ന് പറയുന്ന മറ്റൊരു വിഭാഗവും കോൺഗ്രസിനകത്ത് മറനീക്കി പുറത്തു വന്നിരിക്കുന്നു. അതാണ് ഇപ്പോൾ ഇവിടെ വ്യക്തമായിരിക്കുന്നത്. അപ്പോൾ ആദ്യം കേന്ദ്ര ഗവൺമെന്റ് ആവശ്യപ്പെട്ടത് പാർട്ടിയോടാണ്, കോൺഗ്രസ് പാർട്ടിയോടാണ്. എന്നാൽ പാർട്ടി കൊടുക്കുന്ന ലിസ്റ്റ് പാർട്ടിക്കുള്ളിൽ ചർച്ച ചെയ്ത സമയത്ത് ശശി തരൂരിന്റെ പേരുണ്ടായിരുന്നു എന്ന് തന്നെയാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ ശശി തരൂരിന്റെ പേരുൾപ്പെടെ ഉള്ള ഒരു ലിസ്റ്റ് കോൺഗ്രസ് പാർട്ടി തയ്യാറാക്കിയതിനു ശേഷം രാഹുൽ ഗാന്ധി ആ ലിസ്റ്റ് ആവശ്യപ്പെടുകയും ആ ലിസ്റ്റ് വെട്ടിത്തിരുത്തി ശശി തരൂരിനെ മനഃപൂർവ്വം ഒഴിവാക്കുകയും ചെയ്തുകൊണ്ടാണ് രാഹുൽ ഗാന്ധിയുടെ താല്പര്യപ്രകാരമുള്ള ഒരു ലിസ്റ്റ് അവിടെ സൃഷ്ടിക്കപ്പെട്ടത് എന്നതാണ് ഇപ്പോൾ വരുന്ന വർത്തമാനം. എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ? പാർട്ടിക്കകത്ത് തമ്മിലടിയാണ്. കോൺഗ്രസ് പാർട്ടിക്കുള്ളിലുള്ള ശീതസമരമോ അല്ലാത്ത സമരമോ തമ്മിലടിയോ രാഷ്ട്രത്തിന്റെ താല്പര്യങ്ങളെ ബാധിക്കുന്ന അവസ്ഥയിലേക്ക് വരികയാണ്. മാത്രമല്ല, പകരം അദ്ദേഹം കൊടുത്ത വ്യക്തികൾ, അപ്പൊ അതിൽ ഒരു MP, ഒരു മുസ്ലിം MP ആണ്. അദ്ദേഹം ജയിച്ച് സത്യപ്രതിജ്ഞ ചെയ്യുന്ന സമയത്ത് അദ്ദേഹത്തിന്റെ അനുയായികൾ സ്വന്തം നാട്ടിൽ പാകിസ്ഥാൻ സിന്ദാബാദ് വിളിച്ചുകൊണ്ടാണ് അദ്ദേഹത്തിന്റെ വിജയം ആഘോഷിച്ചത്. ആ വ്യക്തിയെ പാകിസ്ഥാന്റെ മണ്ണിലേക്ക് അല്ലെങ്കിൽ ലോകത്തിന്റെ രംഗത്തേക്ക് ഭാരതത്തിന്റെ പ്രതിനിധിയായിട്ട് അയച്ചാൽ അയാൾ അവിടെ ചെന്ന് പാകിസ്ഥാന് വേണ്ടി സംസാരിക്കുമോ, ഇന്ത്യക്ക് വേണ്ടി സംസാരിക്കുമോ? മറ്റൊരു MP, അദ്ദേഹത്തിന്റെ ഭാര്യ പാകിസ്ഥാൻകാരിയാണ്, ഇദ്ദേഹം മിക്കപ്പോഴും പാകിസ്ഥാനിലാണ്. അദ്ദേഹം മുൻകൈയെടുത്ത് പാകിസ്ഥാനിലുള്ളവർക്ക് ജോലി മേടിച്ചു കൊടുക്കാൻ വേണ്ടിയുള്ള ശ്രമങ്ങൾ നടക്കുന്ന, സാമൂഹ്യ പ്രവർത്തനം നടത്തുന്നു എന്ന് അവകാശപ്പെടുന്നു. അപ്പോൾ അദ്ദേഹം പ്രവർത്തിക്കുന്ന ആർക്ക് വേണ്ടിയാണ്? പാകിസ്ഥാൻകാരിയായ ഭാര്യയ്ക്ക് വേണ്ടിയും പാകിസ്ഥാനിലെ പൗരന്മാർക്ക് ജോലി കിട്ടാൻ വേണ്ടിയും ഒക്കെയുള്ള ശ്രമങ്ങളിൽ ഏർപ്പെടുന്ന ആളാണ് മറ്റൊരാൾ. ഇങ്ങനെ കൃത്യമായിട്ടും പാകിസ്ഥാൻ അനുകൂല നിലപാടുകൾ എടുത്ത MP-മാരെ ലിസ്റ്റിനകത്ത് ഉൾപ്പെടുത്താൻ വേണ്ടി പേര് വെട്ടിമാറ്റിയത് ശശി തരൂരിൻ്റെതാണ് എന്ന് മനസ്സിലാക്കുമ്പോഴാണ് കോൺഗ്രസ് പാർട്ടി ആ പാർട്ടിയെ ആരെങ്കിലും സ്പോൺസർ ചെയ്തിട്ടില്ലേ എന്ന് സംശയിക്കേണ്ടി വരുന്നത്. അതായത് ഞാൻ തെളിച്ച് വ്യക്തമായി പറയാം, പാകിസ്ഥാൻ സ്പോൺസേഡ് കോൺഗ്രസ് പാർട്ടി എന്നുള്ള നിലയിലാണ് രാഹുൽ ഗാന്ധി ഉണ്ടാക്കിയ ലിസ്റ്റ്. ആ ലിസ്റ്റ് കേന്ദ്ര ഗവൺമെന്റ് അംഗീകരിക്കാതെ വന്നപ്പോഴാണ് ഇപ്പോൾ ഈ കോലാഹലം ഉയർത്തിക്കൊണ്ടിരിക്കുന്നത്. ഞാൻ പറയുന്നത്, ഈ ചർച്ച വലിയ ശബ്ദത്തിൽ നടക്കട്ടെ, വ്യാപകമായി നടക്കട്ടെ, കുറെ കൂടി വ്യക്തമായി കോൺഗ്രസിന്റെ മുഖം ജനങ്ങൾക്ക് മുമ്പാകെ തെളിയട്ടെ, ലോകത്തിന് മുമ്പാകെ അത് വ്യക്തമാവട്ടെ എന്ന് തന്നെയാണ്. പക്ഷേ ഈ ഒരു ദൗത്യം നടക്കുന്ന സമയത്ത് നമുക്ക് അതിനുള്ള ഒരു അന്തരീക്ഷമല്ല സൃഷ്ടിക്കേണ്ടത്. രാജ്യം ഒറ്റക്കെട്ടായി നിൽക്കുകയും രാജ്യത്തിന്റെ നിലപാട് ലോകത്തിന് മുമ്പിൽ അവതരിപ്പിക്കുകയും വേണം.
ബാക്കി കാര്യങ്ങളൊക്കെ നമുക്ക് തിരിച്ചു വന്ന് ഈ ദൗത്യമെല്ലാം കഴിഞ്ഞ് തിരിച്ചു വന്ന് പാർലമെന്റ് കൂടുമ്പോൾ പാർലമെന്റിനകത്തോ ഇനി പാർലമെന്റിന് പുറത്തോ വിശാലമായ ജനാധിപത്യത്തിന്റെ സ്വാതന്ത്ര്യം അനുഭവിക്കുന്ന ഒരു രാജ്യമായതുകൊണ്ട് നമുക്ക് എത്ര വേണമെങ്കിലും സമയമുണ്ടല്ലോ. അപ്പോൾ ആ സന്ദർഭത്തെ, അതായത് രാജ്യം ഒറ്റക്കെട്ടായി ലോകത്തിന്റെ മുമ്പിൽ ഈ വിഷയങ്ങൾ അവതരിപ്പിക്കേണ്ട സന്ദർഭത്തെ മലീമസമാക്കുന്ന രീതിയിൽ രാജ്യവിരുദ്ധമായ രീതിയിലുള്ള ഒരു നീക്കം കോൺഗ്രസിന്റെ ഭാഗത്തു നിന്നുണ്ടായത് അങ്ങേയറ്റം ദൗർഭാഗ്യകരം തന്നെയാണ്. ശ്രീ ബി റെജി, ഇവിടെ കോൺഗ്രസ് നിർദ്ദേശിച്ച 4 പേരുകൾ, അത് നമുക്കെല്ലാവർക്കും അറിയാമെന്നുള്ളതാണ്. ആനന്ദ് ശർമ്മ, ഗൗരവ് ഗൊഗോയ്, നസീർ ഹുസൈൻ ആൻഡ് അമരീന്ദർ സിംഗ് രാജ. ഇത്രയും പേരാണ്. ഇതിൽ ആനന്ദ് ശർമ്മയെ മാത്രമാണ് കേന്ദ്ര സർക്കാർ ഉൾപ്പെടുത്തിയത്. മറ്റുള്ളവരിൽ 2 പേർ ആരോപണ വിധേയരാണ്. ചില അഭ്യൂഹങ്ങളൊക്കെ പരന്നിട്ടുള്ളതാണ് രാഷ്ട്രവിരുദ്ധതയ്ക്ക്. അതുകൊണ്ട് തന്നെയാണ് അവരെ മാറ്റി നിർത്തിയത്. പക്ഷേ ഇന്നലെ രാത്രി കോൺഗ്രസിൻ്റെ വക്താവ് മാധ്യമങ്ങൾക്ക് മുൻപാകെ പറഞ്ഞത്, കോൺഗ്രസ് നിർദ്ദേശിച്ച പേരുകൾ വിദേശകാര്യ സമിതിയിൽ ലോകരാഷ്ട്രങ്ങൾക്ക് മുൻപിൽ ഭാരതത്തിൻ്റെ വാദത്തിനു വേണ്ടി പോകാനുള്ള കോൺഗ്രസ് നിർദ്ദേശിച്ച പേരുകൾ മാറ്റിയത് രാഷ്ട്രീയ ലക്ഷ്യത്തോടു കൂടിയാണ് എന്നായിരുന്നു. ഇപ്പോൾ ഈ ഒരു ന്യായീകരണം മാത്രമേ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഉള്ളൂ. അവിടെ എന്തുകൊണ്ട് ശശി തരൂരിനെ മാറ്റി നിർത്തി എന്നുള്ളതിനെക്കുറിച്ച് ഒരു അക്ഷരം പോലും കോൺഗ്രസ് ഉരിയാടുന്നില്ല. അവിടെയാണ് BJP രാഷ്ട്രീയം കളിക്കുകയാണ് എന്നുള്ള നിലവാരം കുറഞ്ഞ നാടകീയമായ ഇത്തരത്തിലുള്ള ന്യായീകരണവുമായി രംഗത്തെത്തിയിരിക്കുന്നത്. എങ്ങനെ കാണാം? നോക്കൂ രോഹിണി, അഡ്വക്കേറ്റ് എസ് ജയസൂര്യൻ എത്ര സമർത്ഥമായി കോൺഗ്രസ് വിരുദ്ധത പ്രചരിപ്പിക്കുന്നു എന്നോർത്ത് എനിക്ക് അതിശയം തോന്നുന്നു. കാരണം നിങ്ങൾ ഈ കോൺഗ്രസ് പാർട്ടിയെ വിമർശിക്കുമ്പോൾ നിങ്ങൾ ഒരു കാര്യം നിങ്ങൾ ഓർക്കണം. 140 വർഷത്തെ ചരിത്രമുള്ള പാരമ്പര്യമുള്ള ഇൻ്റർനാഷണൽ കോൺഗ്രസ് ആണ് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭ്യമാക്കി തന്നത് എന്നൊരിക്കലും മറക്കരുത്. നമ്മുടെ ജനാധിപത്യവും നമ്മുടെ മതേതരത്വവും നമ്മുടെ ഇന്ത്യൻ ഭരണഘടനയും നമുക്ക് പ്രദാനം ചെയ്ത ഇന്ത്യയിലെ ഏറ്റവും പാരമ്പര്യമുള്ള 140 വർഷത്തെ ചരിത്ര പാരമ്പര്യമുള്ള ഈ പാർട്ടിയെ ഇങ്ങനെ ഈ വ്യാജമായ ആരോപണങ്ങൾ ഉന്നയിച്ചുകൊണ്ട് രാജ്യസ്നേഹത്തിൻ്റെ കാര്യത്തിലൊക്കെ നിങ്ങൾ സംശയകരമായ ചോദ്യങ്ങൾ ഉയർത്തുമ്പോൾ എത്ര പരിഹാസ്യമാണ് ഇത് നമ്മുടെ പ്രേക്ഷകർക്ക് മനസ്സിലാകുന്നു എന്ന് നിങ്ങൾ ആലോചിക്കണം. കാരണം ഇൻ്റർനാഷണൽ കോൺഗ്രസിൻ്റെ ദേശീയതയും അതിൻ്റെ ഐഡിയോളജിയും അത് ഇന്ത്യയാണ് അത് പ്രതിനിധാനം ചെയ്യുന്നത്. അത് ഇന്ത്യയുടെ താല്പര്യങ്ങളാണ് ഇൻ്റർനാഷണൽ കോൺഗ്രസ് സംരക്ഷിക്കുന്നത്. ഇന്ത്യയുടെ ഐഡൻറ്റിറ്റി, ഇന്ത്യയുടെ ഇൻറ്റഗ്രിറ്റിയാണ് ഇൻ്റർനാഷണൽ കോൺഗ്രസ് എക്കാലത്തും പ്രൊട്ടക്റ്റ് ചെയ്യുവാനും സമർത്ഥമായി അതിനോടൊപ്പം ചേർന്നതുകൊണ്ട് ഒരൊറ്റ ഇന്ത്യക്ക് വേണ്ടി വാദിക്കുന്നതാണ് ഇൻ്റർനാഷണൽ കോൺഗ്രസ്. ഞാൻ പറഞ്ഞു വന്നത് ഇത് മാത്രമാണ്. അപ്പോൾ ഇന്ത്യയുടെ താല്പര്യമാണ് ഇൻ്റർനാഷണൽ കോൺഗ്രസ് എപ്പോഴും പ്രൊട്ടക്റ്റ് ചെയ്യുന്നത്. ഇവിടെ നോക്കൂ, നമ്മൾ എന്തിനാണ് വിദേശ രാജ്യത്തേക്ക് പ്രതിനിധി സംഘത്തെ അയക്കുന്നത്? ആ കാര്യം വ്യക്തമാക്കുമ്പോൾ ഇത് ഞാൻ പറഞ്ഞത് വാക്കുകളുടെ അതിൽ നിന്നുള്ള മീനിങ് എന്ന് നിങ്ങൾക്ക് മനസ്സിലാവും. നമ്മൾ വിദേശ രാജ്യത്തേക്ക് നമ്മുടെ ഓൾ പാർട്ടി പ്രതിനിധി സംഘത്തെ അയക്കുന്നത് നമ്മുടെ രാജ്യം, അതായത് ജനാധിപത്യ രാജ്യം, ഭീകരപ്രവർത്തനത്തിനെതിരായ നിലപാടുകളിൽ ഒറ്റക്കെട്ടാണ് എന്ന സന്ദേശം വിദേശ രാജ്യങ്ങൾക്ക് നൽകുവാൻ വേണ്ടിയാണ് നമ്മൾ സർവകക്ഷി സംഘത്തെ അയക്കുന്നത്. അപ്പോൾ സർവകക്ഷി സംഘത്തെയാണ് നമ്മൾ അയക്കുന്നത്, അല്ലാതെ വ്യക്തികളെന്നുള്ളതല്ല അവിടെ പ്രധാനം. പാകിസ്ഥാൻ നോക്കൂ, സൈനിക നേതൃത്വത്തിൻ്റെ കീഴിലുള്ള ഒരു സിവിലിയൻ ഭരണകൂടമാണ്. അപ്പോൾ പാകിസ്ഥാൻ സ്പോൺസേഡ് ടെററിസം ഇന്ത്യയിൽ നടപ്പാക്കുമ്പോൾ ഇന്ത്യയിലെ ജനങ്ങൾ ഈ ഭീകരപ്രവർത്തനത്തിന് ഒറ്റക്കെട്ടായി എതിർക്കുന്നു എന്നുള്ള സന്ദേശം ലോകത്തെ 193 രാജ്യങ്ങൾക്ക് നൽകുവാൻ വേണ്ടിയാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഇവിടെയാണ് BJP സങ്കുചിതമായ രാഷ്ട്രീയം പുലർത്തുന്നത് എന്നുള്ളതാണ് നമ്മളെ അതിശയിപ്പിക്കുന്നത്. ഉന്നതമായ ജനാധിപത്യ പാരമ്പര്യം പുലർത്തുന്ന, ഇന്ത്യക്ക് ജനാധിപത്യം സംഭാവന ചെയ്ത പാർട്ടിയാണ് ഇൻ്റർനാഷണൽ കോൺഗ്രസ്. ആ ഇൻ്റർനാഷണൽ കോൺഗ്രസ് പാർട്ടിയോടാണ് ആലോചിക്കേണ്ടത്, ആരെയാണ് നിങ്ങളുടെ പാർട്ടി ആരെയാണ് റെക്കമെൻഡ് ചെയ്യുന്നത്, അല്ലെങ്കിൽ നിങ്ങളുടെ പാർട്ടി ആരുടെ പേരാണ് നിർദ്ദേശിക്കുന്നത്. ആ ഒരു മര്യാദ എന്തുകൊണ്ട് BJP കാട്ടിയില്ല? അവിടെ സങ്കുചിതമായ രാഷ്ട്രീയം പുലർത്തിക്കൊണ്ട് രാഷ്ട്രീയ നേട്ടത്തിന് വേണ്ടി ഒരു വ്യക്തികളെ കരുതുന്നു. നോക്കൂ, ഇപ്പോൾ ഈ ശശി തരൂർ MP, അദ്ദേഹം കോൺഗ്രസ് ആണ് അദ്ദേഹത്തെ പാർലമെന്ററി സ്റ്റാൻഡിംഗ് കമ്മിറ്റിയുടെ അധ്യക്ഷനാക്കുവാനായിട്ട് നിയോഗിച്ചിട്ടുള്ളത്. ഇവിടെ ശശി തരൂരെന്നോ അല്ലെങ്കിൽ ആരെങ്കിലും എന്നുള്ള ഒരു വ്യക്തിയല്ല ഇവിടെ പ്രധാനം. നമ്മുടെ പാർട്ടികൾ, നമ്മുടെ ജനാധിപത്യ വ്യവസ്ഥതയിൽ, ജനാധിപത്യ സംവിധാനത്തിൽ അതിന് ചില മര്യാദകൾ പാലിക്കേണ്ടതുണ്ട്, അതിന് ചില വ്യവസ്ഥകൾ പാലിക്കേണ്ടതുണ്ട്, അതിന് ചില റെസ്പോൺസിബിലിറ്റീസ് ഉണ്ട്. ആ ഉന്നതമായ ജനാധിപത്യ പാരമ്പര്യം BJP കാട്ടുന്നില്ല എന്നുള്ളതാണ് ഇവിടുത്തെ ഏറ്റവും വലിയ പ്രധാന പ്രശ്നം. നോക്കൂ, ഈ പഹൽഗാം ബൈസരൻ വാലിയിൽ അക്രമമുണ്ടായപ്പോൾ അതിൻ്റെ
പിറ്റേ ദിവസം തന്നെ ഇന്റർനാഷണൽ കോൺഗ്രസിന്റെ യോഗം കൂടുകയും അൺകണ്ടീഷണലായിട്ട് സർവ്വവിധ പിന്തുണയും ഈ ഭരണത്തിന് നൽകിയില്ലേ, സൈന്യത്തിന് നൽകിയില്ലേ, സൈന്യം ചെയ്ത നടപടികളെ അങ്ങേയറ്റം അൺകണ്ടീഷണലായിട്ട് പിന്തുണച്ചില്ലേ? അതെന്തുകൊണ്ട് നിങ്ങൾ മനസ്സിലാക്കുന്നില്ല? അവിടെയാണ് ഇതിൻ്റെ ചോദ്യം. അപ്പോൾ അവിടെ നിങ്ങൾ രാഷ്ട്രീയം കണ്ട നമ്മുടെ ദേശീയതയിൽ ഊന്നി നമ്മുടെ രാജ്യത്തിന് വേണ്ടി ഒറ്റക്കെട്ടായി നിൽക്കുന്ന ഒരു പാർട്ടിയാണ് ഇന്റർനാഷണൽ കോൺഗ്രസ്. ശ്രീ ജയസൂര്യൻ, ഇവിടെ കോൺഗ്രസ് പ്രതിനിധി ചൂണ്ടിക്കാണിക്കുന്ന ചില കാര്യങ്ങളുണ്ട്. തുടക്കം മുതൽ തന്നെ കോൺഗ്രസിൻ്റെ അനുകൂല നിലപാടായിരുന്നു പഹൽഗാം ഭീകരാക്രമണവുമായി ബന്ധപ്പെട്ട്. അത് ആ രീതിയിൽ തന്നെ ഭാരതത്തിന് പുറത്തും അവർ ഉയർത്തിപ്പിടിച്ചു എന്നുള്ളതാണ്. പക്ഷേ നമുക്കറിയാം, AICCക്ക് സമൂഹ മാധ്യമങ്ങളിലെ പോസ്റ്റ് അടക്കം നിയന്ത്രിക്കേണ്ടി വന്നത് ഇതേ കോൺഗ്രസ് നേതാക്കളുടെ ഭാഗത്തു നിന്ന് ഉണ്ടായ പ്രതികരണങ്ങളിൽ നിന്നായിരുന്നു. അത്രമാത്രം അപഹാസ്യമായ രീതിയിൽ പ്രധാനമന്ത്രിയെയും രാഷ്ട്രത്തെയും ഒക്കെ അപലപിക്കുന്ന കാഴ്ച നമ്മൾ തുടക്കത്തിലേ കണ്ടതാണ്. അതിനുശേഷം ഇത്തരത്തിലുള്ള സമൂഹ മാധ്യമങ്ങളിലൂടെയുള്ള പോസ്റ്റുകൾ ഇനി തുടർന്ന് മുതിർന്ന നേതാക്കളുടെ അനുവാദമില്ലാതെ ഇടരുത് എന്ന് പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രമാണ് ഒരല്പമെങ്കിലും നിയന്ത്രിക്കാനായത്. അതിനുശേഷമുള്ള തുടർ നീക്കങ്ങളിലൊക്കെ തന്നെ കോൺഗ്രസിന് കനത്ത തിരിച്ചടി നൽകിക്കൊണ്ട് പാകിസ്ഥാന്റെ സേനാ മേധാവിയുടെ ഭാഗത്ത് നിന്നും വന്ന ഒരു പ്രതികരണം, അതായത് പുൽവാമ ഭീകരാക്രമണത്തിന്റെ ഉത്തരവാദിത്വം തങ്ങൾ ഏറ്റെടുക്കുന്നു എന്നതുമായി ബന്ധപ്പെട്ട് വന്നപ്പോൾ മാത്രമാണ് അവർ ഒരക്ഷരമുരിയാടാതെ നിൽക്കുന്നത് കണ്ടത്. പുൽവാമയ്ക്ക് തിരിച്ചുള്ള ബലാക്കോട്ട് സ്ട്രൈക്കിന് തെളിവെവിടെ എന്ന് ചോദിച്ചുകൊണ്ട് നടത്തിയ രാഷ്ട്രീയമൊക്കെ കോൺഗ്രസ് നടത്തിയതൊക്കെ നമ്മൾ കണ്ടതാണ്. അപ്പോൾ ഇവിടെ അനുകൂല നിലപാടാണ് കോൺഗ്രസ് സ്വീകരിച്ചത് എന്ന് തുടക്കം മുതലുള്ള വാദത്തോട് താങ്കൾ എങ്ങനെയാണ് പ്രതികരിക്കുന്നത്? രോഹിണി, ഞാൻ അതിലേക്ക് വരാം. അതിനു മുമ്പ് ശ്രീ റജി പറഞ്ഞ ഒരു കാര്യമുണ്ട്. സാധാരണ കോൺഗ്രസ്സുകാരൊക്കെ പറയുന്ന ഒരു കാര്യമാണ്, 140 വർഷത്തെ പാരമ്പര്യമുള്ള കോൺഗ്രസ്. ഈ കോൺഗ്രസിന്, ഇന്ന് ഇന്ത്യയിൽ നിലനിൽക്കുന്ന കോൺഗ്രസിന് 140 വർഷത്തെ പാരമ്പര്യം അവകാശപ്പെടാൻ പറ്റില്ല, പാരമ്പര്യമില്ല. ഇന്നത്തെ കോൺഗ്രസിന് 55 വർഷത്തെ പാരമ്പര്യം മാത്രമേ ഉള്ളൂ. ഞാനത് വ്യക്തമായിട്ട് പറയാം. 1969, 70 കാലഘട്ടങ്ങളിൽ ഇന്ദിരാ കോൺഗ്രസ് രൂപീകരിച്ചുകൊണ്ട് കോൺഗ്രസ് ഐ എന്ന പേര് സ്വീകരിക്കുമ്പോൾ നിലവിലുണ്ടായിരുന്ന കോൺഗ്രസിന്റെ നേതാക്കന്മാരെല്ലാവരും കൂടി സംഘടനാ കോൺഗ്രസ് എന്ന് പറഞ്ഞുകൊണ്ട് യഥാർത്ഥ കോൺഗ്രസ് അവിടെ ഉണ്ടായിരുന്നു. ആ യഥാർത്ഥ കോൺഗ്രസിൽ നിന്ന് പുറത്തു വന്ന ഇന്ദിരാ കോൺഗ്രസ് ഉണ്ടായപ്പോൾ കോൺഗ്രസ് പാർട്ടി മരിച്ചു കഴിഞ്ഞു. അതിനു മുമ്പ് 47-ൽ സ്വാതന്ത്ര്യം പ്രഖ്യാപിക്കുന്ന സമയത്ത് മഹാത്മാഗാന്ധി പറഞ്ഞു, കോൺഗ്രസ് പാർട്ടി പിരിച്ചുവിടൂ. ഈ പാർട്ടി എന്ന് പറയുന്നത് രാഷ്ട്രീയ പാർട്ടിയല്ല, ഇത് സ്വാതന്ത്ര്യത്തിന് വേണ്ടി ഉണ്ടാക്കിയ വലിയ ഒരു മുന്നേറ്റമാണ്, അതുകൊണ്ട് ഇതിനെ രാഷ്ട്രീയ പാർട്ടിയാക്കി മാറ്റരുത് എന്ന് മഹാത്മാഗാന്ധി പറഞ്ഞിരുന്നു. നെഹ്റു അത് കേട്ടില്ല. നെഹ്റു കോൺഗ്രസ് പാർട്ടിയെ രാഷ്ട്രീയ പാർട്ടിയാക്കി മാറ്റുമ്പോൾ അന്ന് ധാരാളം പേര് പുറത്തുപോയി. അതിനു മുമ്പ് പലരും ഈ കോൺഗ്രസ് പാർട്ടിയിൽ ഉണ്ടായിരുന്നു. 140 വർഷത്തെ പാരമ്പര്യം അവകാശപ്പെടുമ്പോൾ ഞാൻ വ്യക്തമായി പറയുന്നു, RSSന്റെ സ്ഥാപകനായ ഡോക്ടർ കേശവ് ബൽറാം ഖഡ്ഗേവാർ, അദ്ദേഹം കോൺഗ്രസിന്റെ ഭാരവാഹിയായിരുന്നു. AICC സമ്മേളനങ്ങളിലെ സേവാദൾ വളണ്ടിയർമാരുടെ ചുമതല വഹിച്ചിരുന്ന വ്യക്തിയാണ് RSSന്റെ സ്ഥാപകനായ ഡോക്ടർ കേശവ് ബൽറാം ഖഡ്ഗേവാർ. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ആരാധ്യരായ നേതാക്കന്മാർ ശ്രീമാൻ AK ഗോപാലൻ, EMS നമ്പൂതിരിപ്പാട്, ഇവരെല്ലാം ആ കാലത്ത് കോൺഗ്രസ് പാർട്ടിയിൽ തന്നെയായിരുന്നു. അപ്പൊ 140 വർഷത്തെ പാരമ്പര്യം പറയുമ്പോൾ RSSന്റെ പാരമ്പര്യവും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പാരമ്പര്യവും അതിനുള്ളിൽ ചേർത്തു പറയേണ്ടി വരും. ആ കോൺഗ്രസ് അല്ല 47-ന് ശേഷമുള്ള കോൺഗ്രസ്. 47-ന് ശേഷം നെഹ്റു അധികാരത്തിന് വേണ്ടി ഉപയോഗിച്ച കോൺഗ്രസ് പാർട്ടിയെ 1970 ആകുമ്പോ ഇന്ദിരാ കോൺഗ്രസ് ആയിട്ട് മാറ്റി. അന്ന് ഇന്ദിരയെ അനുകൂലിക്കുന്ന ആൾക്കാരെ ഒഴികെ ബാക്കി എല്ലാവരെയും പുറത്താക്കി. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇന്നത്തെ കോൺഗ്രസ് ഇന്ദിരാഗാന്ധി മുതൽ ഇങ്ങോട്ടുള്ള 1970 മുതൽ ഇങ്ങോട്ടുള്ള പാരമ്പര്യം മാത്രമേ അവകാശപ്പെടാനുള്ളൂ. അതായത് അത് 55 വർഷത്തെ പാരമ്പര്യം മാത്രമേ ഉള്ളൂ. കോൺഗ്രസിന്റെ ചരിത്രം ജനങ്ങളെ ബോധ്യപ്പെടുത്തേണ്ടി വരും ഇങ്ങനെയുള്ള അവകാശവാദങ്ങൾ കൊണ്ടുവരുമ്പോൾ. രോഹിണി പറഞ്ഞ അടുത്ത വിഷയത്തിലേക്ക് ഞാൻ വരാം. അതായത് പാകിസ്ഥാൻ ആഘോഷിച്ചത് കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രതികരണങ്ങളെ ഉയർത്തിപ്പിടിച്ചുകൊണ്ടാണ്. പാകിസ്ഥാനിലെ രാഷ്ട്രീയ നേതാക്കന്മാർ, അവിടുത്തെ ഭീകരവാദികൾ, അവിടുത്തെ പട്ടാള മേധാവികൾ, ഇവരൊക്കെ തന്നെ ഇന്ത്യയിലെ കോൺഗ്രസ് പാർട്ടിയുടെ വിവിധ സംസ്ഥാനങ്ങളിലുള്ള നേതാക്കന്മാർ, കേരളത്തിലെ KPCCയുടെ പ്രതികരണം, അതുപോലെ തന്നെ കർണാടകത്തിലെ കോൺഗ്രസ് മന്ത്രിയുടെ പ്രതികരണം, ഉത്തരേന്ത്യയിലെ പല നേതാക്കന്മാരുടെയും പ്രതികരണം, ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെ തല വെട്ടിമാറ്റിയിട്ട് ആ രീതിയിലുള്ള ചിത്രങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് കോൺഗ്രസ് പാർട്ടി നടത്തിയ പ്രചരണങ്ങൾ, ഇതെല്ലാം പരിധി വിട്ടപ്പോൾ അവസാനം സംഘടനാ ചുമതലയുള്ള കോൺഗ്രസിന്റെ അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി ശ്രീ വേണുഗോപാൽ, അദ്ദേഹത്തിന് പറയേണ്ടി വന്നു, ഇതൊന്നും ആശാസ്യമല്ല, ഇങ്ങനെയൊന്നും ആരും പെരുമാറരുത്,
എന്ന അന്ത്യശാസനം കൊടുത്തിട്ട് പോലും പൂർണ്ണമായി നിയന്ത്രിക്കാൻ കഴിഞ്ഞില്ല. അപ്പോൾ ആ കോൺഗ്രസ് നേതാക്കന്മാരുടെ പ്രസ്താവനകളും അവർ പുറത്തുവിട്ട ചിത്രങ്ങളും അവരുടേതായ പ്രതികരണങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ടാണ് പാകിസ്ഥാന്റെ നേതൃത്വം ലോക ജനതയ്ക്ക് മുമ്പാകെ ഇന്ത്യക്കെതിരായി ആഞ്ഞടിച്ചത്. ഇത് നമ്മൾ മനസ്സിലാക്കേണ്ട വിഷയമാണ്. അതുകൊണ്ട് തീർച്ചയായിട്ടും ഇത്തരമൊരു ക്രമീകരണം, ഇത്തരമൊരു വിശദീകരണം ലോകത്തിന് മുമ്പിൽ കൊടുക്കേണ്ട ഗതികേടിലേക്ക് ഈ രാജ്യത്തെ തള്ളിവിട്ടത് കോൺഗ്രസ് പാർട്ടിയാണ്, കോൺഗ്രസ് നേതൃത്വമാണ്. അപ്പോ ആ വസ്തുതകളെ രാഷ്ട്രീയവൽക്കരിച്ചത് തീർച്ചയായിട്ടും കോൺഗ്രസ് പാർട്ടിയാണ്. അപ്പോൾ ഒന്നിച്ചു നിന്നുകൊണ്ട് വ്യക്തമായി ഈ കാര്യങ്ങൾ വിദേശത്ത് അവതരിപ്പിക്കുമെന്ന് ബോധ്യമുള്ള ആൾക്കാരെ വിട്ടില്ല എങ്കിൽ കോൺഗ്രസിന് പാർട്ടിയെ നിയന്ത്രിക്കാൻ കഴിയില്ല എന്ന് വ്യക്തമല്ലേ? അപ്പൊ കോൺഗ്രസ് നേതൃത്വം പറഞ്ഞാൽ അനുസരിക്കുന്ന അണികളും നേതാക്കന്മാരും ഇല്ല എന്നുള്ളത് വ്യക്തമല്ലേ? അതുകൊണ്ട് തന്നെയാണ് കോൺഗ്രസ് പാർട്ടിക്ക് ഈ പ്രതിനിധി സംഘത്തിലേക്ക് ശശി തരൂരിനെ ഉൾപ്പെടുത്താൻ കഴിയാതെ പോകുന്നത്. ശശി തരൂരിന്റെ പേരിലുള്ള തെറ്റെന്താണ്? അദ്ദേഹം ഐക്യരാഷ്ട്രസഭയുടെ സെക്രട്ടറി ആയതും അതുപോലെ ആ വിഷയങ്ങളെ സംബന്ധിച്ച സർക്കാരിന്റെ പാർലമെന്റിന്റെ സ്റ്റാൻഡിംഗ് കമ്മിറ്റിയുടെ ചെയർമാനായതും കോൺഗ്രസ് അറിഞ്ഞുകൊണ്ട് തന്നെയാണ്. പക്ഷെ അദ്ദേഹത്തെ ഉൾപ്പെടുത്താൻ കഴിയില്ല, അത് പാടില്ല എന്ന് പാർട്ടി പറയുമ്പോൾ ആ പാർട്ടിയെ ആരാണ് നയിക്കുന്നത്? ഇത് വളരെ ഗുരുതരമായ വിഷയമാണ്. ഒരു സർക്കാരിന് ഇതിൽ രാഷ്ട്രീയം കലർത്താൻ പറ്റില്ല. നരേന്ദ്രമോദി സർക്കാർ ഇതിൽ രാഷ്ട്രീയമല്ല നോക്കിയത്, രാഷ്ട്രീയത്തിന് അതീതമായി രാഷ്ട്ര താല്പര്യമാണ് നോക്കിയത്. അതുകൊണ്ട് രാഷ്ട്രീയമൊക്കെ നമ്മൾ പാർലമെന്റ് കൂടുമ്പോഴോ ഇന്ത്യക്കകത്തോ നമുക്ക് ചർച്ച ചെയ്യാം. പുറത്തേക്ക് പോകുന്ന പ്രതിനിധികളിൽ ആ ശൈലി ഒരിക്കലും ആശാസ്യമല്ല എന്നാണ് കേന്ദ്ര ഗവൺമെന്റ് തീരുമാനിച്ചത്. അത് മാത്രമല്ല ശ്രീ ജയസൂര്യൻ, നമുക്ക് ആ സമിതിയിലെ ലിസ്റ്റ് പരിശോധിക്കുമ്പോൾ തന്നെ മനസ്സിലാകും അതിൽ എങ്ങനെയാണ് ഓരോ പ്രതിനിധിയെയും ഉൾപ്പെടുത്തിയിരിക്കുന്നത് എന്നുള്ളത്. കൃത്യമായി തന്നെ എല്ലാ പാർട്ടിയിലും ഉള്ളവർ തന്നെയുണ്ട്. അതിൽ പലപ്പോഴും നേതൃനിരയിലേക്ക് എത്തുന്നത് പ്രതിപക്ഷത്ത് നിന്നുള്ളവർ ആണ് എന്നുള്ളതാണ്. അവിടെ ശശി തരൂരിനെ വയ്ക്കുമ്പോൾ നമുക്കറിയാം ഒരിക്കലും ബി ജെ പി പ്രതിനിധിയായിട്ടുള്ള വിദേശകാര്യ മന്ത്രിയെയോ ഒന്നും അവിടെ പ്രതിഷ്ഠിക്കുന്നില്ല. അപ്പോൾ ഇതിൽ ഒരു രാഷ്ട്രീയവും കേന്ദ്ര സർക്കാർ കാണുന്നില്ല. അതുമാത്രമല്ല, ഇവിടെ എല്ലാവരും ഒറ്റക്കെട്ടായി ഈ ലോകരാഷ്ട്രത്തോട് വിളിച്ചു പറയേണ്ട സന്ദേശം എന്താണ് എന്നുള്ളത് മാത്രമാണ് ഭാരത സർക്കാർ മുന്നോട്ട് വയ്ക്കുന്ന ഒരു ആശയം. ഡോക്ടർ മോഹൻ വർഗീസ്, ഇവിടെ രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഉന്നയിക്കുന്നത്. ഭാരതം സ്വീകരിച്ചിരിക്കുന്ന ഭീകരവാദത്തിനെതിരായ നിലപാടും അതോടൊപ്പം ഓപ്പറേഷൻ സിന്ദൂറിനെ കുറിച്ച് ലോകരാഷ്ട്രങ്ങൾക്ക് മുൻപിൽ വിശദീകരിക്കുന്നതിനുള്ള പ്രതിനിധി സംഘത്തിൽ തീരുമാനിച്ചിരിക്കുന്ന വ്യക്തികളും. അത് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ ചർച്ചയായതാണ്. കോൺഗ്രസ് നിർദ്ദേശിച്ച പേരുകൾ മാറ്റേണ്ടി വന്നു. കാരണം ആരോപണ വിധേയരായിട്ടുള്ളവർ വരെ അതിൽ ഉണ്ടായിരുന്നു. പക്ഷേ നിർദ്ദേശിക്കാത്ത പരിണിതപ്രജ്ഞനായ ശശി തരൂരിനെ അതിൽ ഉൾപ്പെടുത്തി. അതിൽ കോൺഗ്രസിനുള്ളിൽ വലിയ രീതിയിലുള്ള അമർഷം പുകയുകയും അവർ കോൺഗ്രസിന്റെ ന്യായീകരണമായി ഉയർത്തിക്കാട്ടിയത് അവർ നിർദ്ദേശിച്ച പേരുകൾ കേന്ദ്ര സർക്കാർ മാറ്റിയത് രാഷ്ട്രീയ പ്രേരിതമായിട്ടാണ് എന്നായിരുന്നു. പക്ഷേ ആ ലിസ്റ്റ് പരിശോധിക്കുകയാണെങ്കിൽ നമുക്ക് വ്യക്തമാകും എല്ലാവർക്കും തുല്യ പ്രാധാന്യം നൽകിക്കൊണ്ട് പ്രാതിനിധ്യം നൽകിക്കൊണ്ടുള്ള 7 സംഘങ്ങൾ ആണ് നമ്മുടെ ലോകരാഷ്ട്രങ്ങൾക്ക് മുൻപിൽ ഈ വിഷയം അവതരിപ്പിക്കുന്നതിനായി മുന്നോട്ട് പോകുന്ന പ്രതിനിധി സംഘത്തിലുള്ളത്. അതിൽ പലരും നേതൃനിരയിലേക്ക് എത്തിയിട്ടുള്ള പലരും തന്നെ പ്രതിപക്ഷ സ്ഥാനത്തുള്ളവരുമാണ് എന്നുള്ളതാണ്. ഇവിടെ കൃത്യമായൊരു നിലപാട് ഭാരതം വ്യക്തമാക്കുന്നു രാജ്യത്തിനകത്ത് നിന്നുകൊണ്ട്. ഇതോടൊപ്പം തന്നെ നമുക്ക് ഈ വിഷയത്തോടൊപ്പം തന്നെ ചർച്ച ചെയ്യേണ്ട മറ്റൊരു കാര്യം കൂടി, വളരെ സുപ്രധാനമായ ഒരു നീക്കത്തിലേക്കാണ് കഴിഞ്ഞ ദിവസം ഭാരത സർക്കാർ കടന്നിരിക്കുന്നത്. ബംഗ്ലാദേശിനും ചൈനയ്ക്കുമെതിരെയുള്ള ഒരു നിലപാട്, അതായത് വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളെ കേന്ദ്രീകരിച്ചുകൊണ്ട് 167 കിലോമീറ്റർ ദീർഘമുള്ള റോഡ് നിർമ്മാണം, ദേശീയപാത നിർമ്മാണം. അതിൽ എങ്ങനെയാണ് എന്ന് വെച്ചാൽ അത് സൈനിക ഉപയോഗത്തിനു കൂടി വരുത്താവുന്ന തരത്തിലേക്കുള്ള ഒരു റോഡ് നിർമ്മാണമാണ് എന്നുള്ളതാണ്. നമ്മുടെ വിമാനങ്ങൾ, അതായത് സൈനിക വിമാനങ്ങൾ, ടാങ്കുകൾ അടക്കം അവ ഉപയോഗിക്കാൻ സാധിക്കുന്ന തരത്തിലുള്ള റോഡ്. ഒരു ഭാഗത്ത് പാകിസ്ഥാനെതിരെ ശക്തമായ താക്കീത് നൽകി നയതന്ത്ര തലത്തിൽ ആദ്യം, തുടർന്ന് ഓപ്പറേഷൻ സിന്ദൂറിലൂടെ. അതേസമയം തന്നെ നമുക്ക് നിരന്തര ശല്യമായി കൊണ്ടിരിക്കുന്ന ബംഗ്ലാദേശിനെതിരെയും ചൈനയ്ക്കെതിരെയുമുള്ള നിലപാടുമായി ഭാരതം മുന്നോട്ട് പോകുന്നു. ഇത് രണ്ടും അന്താരാഷ്ട്ര തലത്തിൽ രാജ്യത്തിനുള്ളിലുള്ള ശക്തികളുടെ നാവടപ്പിക്കുന്ന നീക്കത്തിലേക്കാണ് ഇപ്പോൾ ഈ പ്രതിനിധി സംഘത്തെ കൂടി അയക്കുന്നതിലൂടെ ഭാരത സർക്കാർ മുന്നോട്ട് വയ്ക്കുന്നു, അല്ലേ? അതായത് രാജ്യത്തിനകത്തും രാജ്യത്തിന് പുറത്തും ഭാരതത്തിനെതിരെ ആരൊക്കെ ശബ്ദമുയർത്തുന്നോ അവരുടെയൊക്കെ നാവടപ്പിക്കുക, തന്ത്രമായി തന്നെ, തന്ത്രവും നയതന്ത്രവുമായി മുന്നോട്ട് പോകുന്ന സമീപനമല്ലേ ഇപ്പോൾ ഭാരത സർക്കാർ സ്വീകരിച്ചിരിക്കുന്നത്? അങ്ങനെ തന്നെയാണ് രോഹിണി സ്വീകരിച്ചിരിക്കുന്നത്. രാജ്യത്തിനകത്ത് ഗവൺമെന്റിനും രാജ്യത്തിൻ്റെ സ്റ്റെബിലിറ്റിക്കും എതിരായി ശബ്ദങ്ങൾ ഉയരുന്നുണ്ട്.
ആ ശബ്ദങ്ങൾക്ക് മറുപടി ന്യായമായ രീതിയിലുള്ള വിശദീകരണങ്ങളും മറുപടികളും പ്രവൃത്തികൾ കൊണ്ട് കാട്ടേണ്ടതാണ്. അതാണ് ഇപ്പോൾ സൂചിപ്പിച്ച റോഡ് നെറ്റ്വർക്ക്. അതായത് വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങൾ ഭാരതത്തിൻ്റെ മുഖ്യധാര ഒരു ഭൂപ്രദേശത്ത് നിന്നും അടർത്തി മാറ്റപ്പെടാതിരിക്കണമെങ്കിൽ ചിക്കൻ നെക്ക് മേഖല, അതായത് സിലിഗുരി പാസ് ബലമാകണം. അത് മാത്രമല്ല, അടിസ്ഥാന സൗകര്യങ്ങൾ ഈ വടക്കിഴക്കൻ സംസ്ഥാനങ്ങളിലെ ചൈനീസ് അതിർത്തി ഉള്ള സ്ഥലങ്ങളിലെ അടിസ്ഥാന സൗകര്യങ്ങൾ വർദ്ധിക്കണം. അതുകൊണ്ടാണ് അവിടുത്തെ ഒരു റോഡ് നെറ്റ്വർക്ക് ചൈന അതിർത്തിക്കപ്പുറത്ത് ഈ ദക്ഷിണ ടിബറ്റൻ മേഖലയിൽ, കിഴക്കൻ ടിബറ്റൻ മേഖലയിലൊക്കെ റോഡ് നെറ്റ്വർക്കിൻ്റെ വ്യാപകമായ കൺസ്ട്രക്ഷനാണ് ചൈനയുടെ ഭാഗത്തുണ്ടാകുന്നത്. തത്തുല്യമായ രീതിയിൽ ഭാരതത്തിലും കൺസ്ട്രക്ഷൻ ഉണ്ടാകുന്നു എന്നത് ആഭ്യന്തരമായി നമ്മുടെ തയ്യാറെടുപ്പുകളെ സൂചിപ്പിക്കുന്നു. അതോടൊപ്പം തന്നെ വൈദേശികമായി ഭാരതത്തെ ഒന്നുകൂടി റീപൊസിഷൻ ചെയ്യേണ്ടതുണ്ട്. ഭാരതത്തിൻ്റെ അടിസ്ഥാന നയങ്ങളിൽ മാറ്റം വന്നിട്ടില്ല എന്നത് നിസ്സംശയം പറയാം. നമ്മുടെ അടിസ്ഥാന നയമാണ് സ്ട്രാറ്റജിക് ഓട്ടോണമി. നമ്മുടെ വിഷയങ്ങളിൽ നമ്മൾ ആത്യന്തികമായ തീരുമാനമെടുക്കും. ദേശീയ താല്പര്യം മുൻനിർത്തി തന്നെ. അതിൽ പ്രധാനപ്പെട്ട ഒരു താല്പര്യം കാശ്മീർ തന്നെയാണ്. നമ്മുടെ അഖണ്ഡതയുമായി ബന്ധപ്പെട്ട താല്പര്യമാണ്. അതേക്കുറിച്ച് അമേരിക്കൻ പ്രസിഡന്റ് ട്രംപ് ആകട്ടെ, മറ്റ് ലോക നേതാക്കളാകട്ടെ അഭിപ്രായം പറയേണ്ട കാര്യമില്ല. അഭിപ്രായം പറഞ്ഞതിന് ശേഷം ഡാമേജ് കൺട്രോളിന് വേണ്ടി ഓടി നടക്കുന്നതിനേക്കാൾ നല്ലത് നമ്മുടെ നയം വിദേശ രാജ്യങ്ങളെ ഔപചാരികമായി തന്നെ രാജ്യത്തിൻ്റെ ഗവൺമെൻറ് അല്ല, മറിച്ച് സർവകക്ഷി സംഘം, ഇത് രാജ്യത്തിൻ്റെ ജനതയുടെ ഭൂരിപക്ഷ ഗവൺമെൻറ് മാത്രമല്ല ജനതയുടെ മൊത്തം ശബ്ദമാണ്, നയമാണ്, ഇതറിയിക്കുക. അങ്ങനെയാണെങ്കിൽ കാശ്മീരിനെ കുറിച്ച് ഡൊണാൾഡ് ട്രംപ് ഒരു വാക്ക് പറഞ്ഞല്ലോ, കാശ്മീർ പ്രശ്നം പരിഹരിക്കണമെങ്കിൽ ഞാൻ വേണമെങ്കിൽ രണ്ട് രാജ്യങ്ങൾക്കും ഇടയിൽ മധ്യസ്ഥത വഹിച്ചുകൊള്ളാം എന്ന് പറഞ്ഞാൽ നമ്മൾ ആവശ്യപ്പെട്ടില്ലല്ലോ. മധ്യസ്ഥത എന്ന വിഷയം അവിടെ ഉന്നയിക്കുന്നില്ല. കാരണം ഇത് കാശ്മീർ ഇന്ത്യയുടെ അവിഭാജ്യ ഘടകമാണ്. അത് ഉഭയകക്ഷി അടിസ്ഥാനത്തിലോ അല്ലെങ്കിൽ മൾട്ടിലാറ്ററൽ എഗ്രിമെൻ്റ് അനുസരിച്ചോ അതുമല്ലെങ്കിൽ തേർഡ് പാർട്ടി മീഡിയേഷനിലോ പരിഹരിക്കേണ്ട വിഷയമൊന്നും അവിടെ ഇല്ല. പക്ഷേ നമുക്ക് ചില വിഷയങ്ങളുണ്ട് ഉഭയകക്ഷി അടിസ്ഥാനത്തിൽ പാകിസ്ഥാനുമായി സംസാരിക്കാൻ. പാക് അധിനിവേശ കാശ്മീരിൻ്റെ വിഷയമുണ്ട്, അതിർത്തി കടന്നു വരുന്ന ഭീകരതയുണ്ട്, പാകിസ്ഥാൻ ഉള്ളിൽ നിന്ന് തന്നെയുള്ള ചില സമ്മർദ്ദങ്ങളുണ്ട്. സംസാരിക്കാവുന്നതേ ഉള്ളൂ. ഈ കാര്യം വിദേശ രാജ്യങ്ങളെ ബോധ്യപ്പെടുത്തണം. 1. 2, വിദേശ രാജ്യങ്ങൾ പലപ്പോഴും ഈ ടെറർ ഫണ്ടിങ് ഒരു ഗ്ലോബൽ നെറ്റ്വർക്കിൻ്റെ ഭാഗമാണ്. ആ ഫണ്ടിങ് എന്ന് പറയുന്നത് അനൗപചാരികമായി വരുന്ന കടത്തിക്കൊണ്ടുവരുന്ന പണവും ഔപചാരികമായി തന്നെ IMF ഉൾപ്പെടെയുള്ള ഡോണർ ഏജൻസിയിൽ നിന്നും വരുന്ന പണവുമുണ്ട്. ആ പണം എങ്ങനെയാണ് തീവ്രവാദ നെറ്റ്വർക്കിലേക്ക് ഉപയോഗിക്കപ്പെടുന്നത്? ഇപ്പോൾ കഴിഞ്ഞ ദിവസം വന്ന റിപ്പോർട്ടുകൾ നോക്കൂ. ഈ മൗലാന മസൂദ് അസറിൻ്റെ, അതായത് ജെയ്ഷെ മുഹമ്മദിൻ്റെ ഫൗണ്ടർ മസൂദ് അസറിൻ്റെ കുടുംബാംഗങ്ങളിൽ 14ഓളം പേർ, പിന്തുണക്കാരും കുടുംബാംഗങ്ങളും മുറിഡ്ഖെ ആക്രമണത്തിൽ മരണപ്പെട്ടു. അവരുടെ ശവസംസ്കാര വേളയിലൊക്കെ പാകിസ്ഥാൻ സൈന്യത്തിൻ്റെ വലിയ സാന്നിധ്യം കണ്ടു. അതിൻ്റെ ഫോട്ടോഗ്രാഫുകൾ തെളിവായുണ്ട്. അതുമാത്രമല്ല, കൊല്ലപ്പെട്ടവർക്ക് 1 കോടി രൂപ വീതം പ്രഖ്യാപിച്ചിരിക്കുകയാണ് സഹായധനം. അപ്പം ഭീകരരുടെ ഫാമിലിക്ക് അത്രയും തുക ധനസഹായമായി നൽകുന്നത് ഉൾപ്പെടെ പരിഗണിക്കുമ്പോൾ ഈ പണം എവിടെ നിന്ന് വന്നു? പാകിസ്ഥാന് ലഭിക്കുന്ന സഹായങ്ങൾ എങ്ങനെയാണ് ദുരുപയോഗപ്പെടുത്തുന്നത്? 2008 മുംബൈ ഭീകരാക്രമണത്തിന് ശേഷം ഇതുപോലെയൊരു സർവകക്ഷി സംഘം വിദേശ രാജ്യങ്ങൾ സന്ദർശിച്ച് ഇക്കാര്യങ്ങൾ വിശദീകരിക്കുകയുണ്ടായി. അതിൻ്റെ ഭാഗമായിട്ടാണ് പാകിസ്ഥാനെ അന്ന് ഫൈനാൻഷ്യൽ ആക്ഷൻ ടാസ്ക് ഫോഴ്സിൻ്റെ ഗ്രേ ലിസ്റ്റിൽ പെടുത്തിയത്. ഒരിക്കൽ കൂടി ആ ഗ്രേ ലിസ്റ്റിൽ ഉൾപ്പെടുത്തുകയാണെങ്കിൽ കഴിഞ്ഞ ആഴ്ച IMFൻ്റെ ലോൺ വിതരണം നടന്നതുപോലെയുള്ള അസംബന്ധ നാടകങ്ങൾ ഒഴിവാക്കാൻ സാധിക്കും. ഇതൊക്കെ ഇന്ത്യയുടെ ആഗ്രഹങ്ങളാണ്. അതുമാത്രമല്ല, ഈ ആക്രമണവുമായി ബന്ധപ്പെട്ട് ഇന്ത്യയുടെ പ്രത്യാക്രമണവുമായി ബന്ധപ്പെട്ട് ഇന്ത്യ നടത്തിയിട്ടുള്ള നിർണായകമായ നീക്കങ്ങൾ, നമ്മുടെ ഒരു നയം, ഇത് പറയേണ്ടതുണ്ട്. കാരണം നാളെയും ഇത് സംഭവിക്കാം. അതുകൊണ്ട് ഇന്ത്യയുടെ നിലപാട് ഇതായിരിക്കും. അതിർത്തി കടന്നു വരുന്ന ഭീകരതയെ നമ്മൾ എതിർക്കുന്നത് നിശ്ചിതമായ മാർഗങ്ങളുണ്ട്. ആ ഒരു കാര്യം അന്താരാഷ്ട്ര സമൂഹത്തെ ബോധിപ്പിക്കേണ്ടതുണ്ട്. കാരണം ഈ വിഷയം അന്താരാഷ്ട്ര മനുഷ്യാവകാശ സമിതിയിൽ വരും, ഇത് ജനറൽ അസംബ്ലിയിൽ വരും, ഇത് സെക്യൂരിറ്റി കൗൺസിലിന് വിഷയമായി വരും. അതുകൊണ്ട് ലോകരാജ്യങ്ങളുടെ മനസ്സുകളെ ജനറൽ അസംബ്ലി ചർച്ചകൾക്ക് മുമ്പായി ലോക മനസാക്ഷി ഉണരണം. സെക്യൂരിറ്റി കൗൺസിലിലെ സ്ഥിരാംഗങ്ങൾ, പ്രത്യേകിച്ച് വീറ്റോ അധികാരമുള്ള അമേരിക്ക, റഷ്യ, ചൈന, ഫ്രാൻസ്, ബ്രിട്ടൻ, ഈ 5 രാജ്യങ്ങളെ വ്യക്തമായി കാര്യങ്ങൾ ധരിപ്പിക്കേണ്ടതുണ്ട്. അവിടെ ചൈന മാത്രമാണ് വ്യക്തമായി കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ട് പോലും പാക് പക്ഷപാതത്തെ നിലപാട് സ്വീകരിക്കുന്നത്. പക്ഷേ മറ്റ് രാജ്യങ്ങളെങ്കിലും ഈ നേതാക്കൾ സന്ദർശിക്കുകയും കാര്യങ്ങൾ ബോധ്യപ്പെടുത്തുകയും ചെയ്യേണ്ട ആവശ്യകതയാണ് ഇതിന് പിന്നിലുള്ളത്. അതുകൊണ്ട് വ്യക്തമായ മാൻഡേറ്റാണ് സർവകക്ഷി സംഘത്തിനുള്ളത്. പിന്നെ ഇതിന് പിന്നിലെ ശശി തരൂരിനെ തിരഞ്ഞെടുത്തു.
ഇതൊക്കെ എന്താണ് ഈ വിവാദമെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. കാരണം ശശി തരൂരിനെ പോലെ നാച്ചുറൽ പിക്ക് എന്ന് പറയുന്ന രണ്ട് കാരണങ്ങളാലാണ്. അദ്ദേഹം ഒരു പൊളിറ്റിക്കൽ കോട്ടയിൽ വരേണ്ട ആളല്ല. കോൺഗ്രസ്സുകാരനാണെങ്കിലും BJP-കാരനാണെങ്കിലും സ്വതന്ത്ര MP ആണെങ്കിലും ശശി തരൂർ ഔപചാരികമായി പാർലമെൻറ്റിൻ്റെ വിദേശകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റിയുടെ അധ്യക്ഷനാണ്. എക്സ് ഒഫീഷ്യോ ആയി തന്നെ അദ്ദേഹം ഒരു വിദേശ സംഘം പര്യടനം നടത്തുന്നുവെങ്കിൽ പാർലമെൻറ്റിൻ്റെ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ഇല്ലാതെ എന്ത് സന്ദർശനമാണ് പാർലമെൻറ്റ് അംഗങ്ങൾ നടത്തുക? അപ്പോൾ അത് ശശി തരൂർ സ്വാഭാവികമായിട്ട് പിക്ക് ചെയ്യേണ്ടതാണ്. അതുപോലെ തന്നെ സ്വാഭാവികമായി പിക്ക് ചെയ്യപ്പെട്ട ആളുകൾ തന്നെയാണ് മറ്റുള്ളവർ. മറ്റ് പാർട്ടികൾ അയച്ച ആളുകൾ അവരെ സർവാത്മന സ്വീകരിക്കപ്പെട്ടു. കോൺഗ്രസിൻ്റെ 4 പ്രതിനിധികൾ എന്തുകൊണ്ട് സ്വീകരിക്കപ്പെട്ടില്ല? ആനന്ദ് ശർമ്മയുടെ പേര് സ്വീകരിക്കപ്പെട്ടു എന്നാണ് മനസ്സിലാക്കുന്നത്. മറ്റ് 3 പേർ, അതിൽ ഒരാൾ ഗൊഗോയ്, രഞ്ജൻ ഗൊഗോയ്, രഞ്ജൻ ഗൊഗോയ് അല്ലോ, ഗൗരവ് ഗൊഗോയ്, അതായത് തരുൺ ഗൊഗോയുടെ മകൻ ഗൗരവ് ഗൊഗോയ്. അദ്ദേഹത്തിൻ്റെ വൈഫിന് പാകിസ്ഥാനിൽ ചില കൺസൾട്ടൻസി വർക്കുകൾ ഉണ്ടായിരുന്നു എന്നത് ചരിത്രപരമായ വസ്തുതയാണ്. അപ്പോൾ പാകിസ്ഥാൻ്റെ പേറോളിൽ ഉണ്ടായിരുന്ന ഒരാളുടെ ഭർത്താവ്, പ്രത്യേകിച്ച് പാകിസ്ഥാനിൽ 15 ദിവസം ആതിഥ്യമരളി താമസിച്ച ഒരാൾ എങ്ങനെയാണ് ഈ പ്രതിനിധി സംഘത്തിൻ്റെ ഭാഗമാകുക എന്ന ഒരു ചോദ്യം BJP കേന്ദ്രങ്ങളിൽ നിന്ന് ഉയർന്നു. അത് സ്വാഭാവികമാണ്. അതുപോലെ തന്നെ ഈ കർണാടകത്തിൽ നിന്നുള്ള ഒരു കോൺഗ്രസ് MP അദ്ദേഹത്തിൻ്റെ ഒരു ക്രെഡൻഷ്യൽസിനെ കുറിച്ചും അദ്ദേഹത്തിൻ്റെ അനുയായികൾ വലിയ തോതിൽ പാകിസ്ഥാൻ അനുകൂല മുദ്രാവാക്യങ്ങൾ മുഴക്കിയതായി ആരോപണം നിലനിൽക്കുന്ന സാഹചര്യത്തിൽ ഇദ്ദേഹത്തിൻ്റെയൊക്കെ ഇൻക്ലൂഷനെ കുറിച്ചുള്ള ന്യായമായ സംശയങ്ങളുണ്ടായി എന്നത് സ്വാഭാവികമാണ്. പക്ഷേ കോൺഗ്രസ് തീർച്ചയായും അങ്ങനെയുണ്ടെങ്കിൽ വേറൊരു ലിസ്റ്റ് കൊടുക്കാവുന്നതാണ്. കോൺഗ്രസ് കൊടുക്കുന്ന ലിസ്റ്റ് അതേപോലെ അംഗീകരിക്കപ്പെടുകയോ അല്ലെങ്കിൽ ചെറിയ മാറ്റങ്ങളോട് അംഗീകരിക്കപ്പെടുകയോ ചെയ്യാവുന്നതാണ്. പക്ഷേ കുറച്ചുകൂടി കൺഫ്യൂഷൻ ഒഴിവാക്കാൻ കുറച്ചുകൂടി ആഴത്തിലുള്ള ചർച്ചകൾ അല്ലെങ്കിൽ ഒരു സർവകക്ഷി സമ്മേളനം തന്നെ കൂടിയതിന് ശേഷം വേണമെങ്കിൽ ഒരു പാർലമെൻറ്റ് പ്രതിപക്ഷം ആവശ്യപ്പെട്ടതുപോലെ ഒരു സ്പെഷ്യൽ പാർലമെൻറ്റ് സമ്മേളനം കൂടി കാര്യങ്ങൾ വിശദീകരിച്ച് അവിടെ വെച്ച് ഉണ്ടാകുന്ന ധാരണയനുസരിച്ച് ഒരു ടീമായിരുന്നുവെങ്കിൽ ഈ വിവാദങ്ങളെല്ലാം ഒരു പരിധിവരെ ഒഴിവാക്കാമായിരുന്നു എന്ന് എനിക്ക് തോന്നുന്നു. എന്നിരുന്നാലും ഇപ്പോൾ എത്തപ്പെട്ട ഈ 40ഓളം അംഗങ്ങൾ, 7 ടീമുകളിൽ ടീം ക്യാപ്റ്റന്മാരെ വന്നവരെ നോക്കൂ. 3 പേര് ഇന്ത്യ മുന്നണിക്കാരാണ്. ശശി തരൂർ ഉൾപ്പെടെ കോൺഗ്രസ് നേതാവാണ്, ഒരു ടീമിൻ്റെ ക്യാപ്റ്റനാണ്. കരുണാനിധിയുടെ മകൾ കനിമൊഴി മറ്റൊരു ടീമിൻ്റെ ക്യാപ്റ്റനാണ്. അതുപോലെ ശരത് പവാറിൻ്റെ മകൾ സുപ്രിയ സുലെ NCP മറ്റൊരു ടീമിൻ്റെ ക്യാപ്റ്റനാണ്. അതുപോലെ രവിശങ്കർ പ്രസാദ് BJP-യുടെ നേതാവാണ്. പിന്നെ ഘടകകക്ഷികളുടെ നേതാക്കന്മാർ ശിവസേനയുടെ ഷിൻഡെയുടെ മകൻ നേതാവ് ശ്രീകാന്ത് ഷിൻഡെ, അതുപോലെ ജനതാദൾ യുണൈറ്റഡ് ബീഹാറിലെ ഒരു നേതാവ് സഞ്ജയ് ഝാ. അപ്പോൾ ഇവരെല്ലാം തന്നെ ഉൾപ്പെട്ടു. അപ്പോൾ അതുകൊണ്ട് 2 BJP നേതാക്കളും BJP-യുടെ ഘടകകക്ഷികളായ 2 നേതാക്കളും 2 പാർട്ടികളുടെ നേതാക്കളും 3 INDA കക്ഷികളുടെ നേതാക്കളും എല്ലാം ചേർന്ന ഒരു വിതരണ സംവിധാനം പ്രക്രിയ അവിടെ ഉണ്ടായി എന്നത് ശുഭോദർക്കമായ ഒരു കാര്യമാണ്. ഇത് ഇന്ത്യയുടെ ഒരു ക്രോസ് സെക്ഷനാണ്. അതുമായി ബന്ധപ്പെട്ട കല്ലുകടികൾ വളരെ അൺഫോർച്ചുനേറ്റ് ആണ്. കാരണം ഇങ്ങനെയുള്ള വിവാദങ്ങൾ ഉണ്ടാകുമ്പോഴാണ് അയൽ രാജ്യം ശ്രദ്ധിക്കുന്നത്. കാരണം ഇവിടെ ആഭ്യന്തരമായി ഇന്ത്യക്കുള്ളിൽ ഒരു യോജിപ്പില്ല എന്ന ധാരണ ഉണ്ടാകുന്നത് ഇന്ത്യയുടെ താല്പര്യത്തിന് ശരിയല്ല. പക്ഷേ ഒരിക്കലും ഈ ടീം സെറ്റായി ഇപ്പോൾ കോൺഗ്രസ് ഇന്ന് വളരെ 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 പ്രതീക്ഷാനിർഭരമായൊരു തീരുമാനമാണ് എടുത്തിരിക്കുന്നത്. കോൺഗ്രസ് എതിരല്ല. ഈ കോൺഗ്രസ് നോമിനീസ് സെലക്ട് ചെയ്യപ്പെട്ട നോമിനീസിനെ ഇപ്പോൾ ഔപചാരികമായി യാത്ര തിരിക്കുന്ന സംഘത്തിന് അംഗങ്ങൾക്ക് കൈവീശി ഒരു അനുവാദം കൊടുക്കുന്ന ഒരു കാഴ്ചയും കണ്ടു. അതുകൊണ്ട് സുഗമമായി ഈ പ്രവർത്തനം മുന്നോട്ട് പോകും എന്ന് തന്നെയാണ് പ്രതീക്ഷ. ശ്രീ ഡോക്ടർ മോഹൻ വർഗീസ്, താങ്കൾ ഇപ്പോൾ പറഞ്ഞു, ഇപ്പോൾ നിലവിൽ കോൺഗ്രസ് അനുമതി നൽകിയിട്ടുണ്ട് എന്നുള്ളത് അത് ഒരുപക്ഷെ വിവാദങ്ങളെ ഭയന്നിട്ടല്ലേ? കാരണം ശശി തരൂരിനെ എന്തുകൊണ്ട് ഒഴിവാക്കി എന്നുള്ളൊരു വലിയ ചോദ്യം ഉയർന്നപ്പോൾ തന്നെ കോൺഗ്രസ് പ്രതിരോധത്തിലാകുന്ന കാഴ്ച നമ്മൾ കണ്ടതാണ്. അത് മാത്രമല്ല, കൊടുത്തിട്ടുള്ള 4 പേരുകളിൽ ആനന്ദ് ശർമ്മയെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. മറ്റ് 2 പേർ ഗൗരവ് ഗൊഗോയും സയ്യിദ് നസീർ ഹുസൈനും എന്തുകൊണ്ടാണ് ഒഴിവാക്കപ്പെട്ടത് എന്നുള്ളതിനും കാരണങ്ങളുണ്ട്. അതോടൊപ്പം തന്നെ കോൺഗ്രസിൻ്റെ മറ്റൊരു പ്രതിനിധി കൂടി ഇതിൽ ഉൾപ്പെട്ടിട്ടുണ്ട്, അതെ, അമർ സിംഗ്. അതോടൊപ്പം നമുക്കറിയാം നേരത്തെ ഉണ്ടായിരുന്ന ഒരു വ്യക്തി കൂടി, സൽമാൻ ഖുർഷിദ് കൂടി ഇതിനകത്ത് ഉൾപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഇതിൽ രാഷ്ട്രീയമാണ് കേന്ദ്ര സർക്കാർ ലക്ഷ്യം എന്ന് കോൺഗ്രസ് ഒരു ആരോപണം ഉന്നയിക്കുന്നു. അത് എന്തിനായിരുന്നു? അത്തരം ഒരു ആരോപണം ഉന്നയിച്ചതിന് ശേഷം ഇതിനെ ന്യായീകരിക്കാൻ ശ്രമിച്ചത് എന്തിനായിരുന്നു? ഇവിടെ രോഹിണി, ചില ടൈമിംഗ് സംബന്ധിച്ച ചില ആശയക്കുഴപ്പങ്ങൾ ഉണ്ടായി എന്നത് വ്യക്തമാണ്. ഇവിടെ ശശി തരൂരിൻ്റെ പേര് ദിവസങ്ങൾക്ക് മുൻപ് തന്നെ ഇങ്ങനെയൊരു പ്രതിനിധി സംഘത്തിൽ ഉണ്ടാകും എന്ന് റൂമേഴ്സ് ഉണ്ടായിരുന്നു. അത് സ്വാഭാവികം, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നാച്ചുറൽ പിക്ക് എന്ന രൂപത്തിലാണ്.
ഇപ്പോൾ കേട്ട പേരുകളെല്ലാം തന്നെ കോൺഗ്രസിനോട് ഔപചാരികമായി ആവശ്യപ്പെട്ടതിന് ശേഷം ഏതാനും മണിക്കൂറുകൾക്ക് ശേഷമാണ് രാഹുൽ ഗാന്ധിയോട് സംസാരിക്കുക. കിരൺ റിജ്ജു പിന്നെ പാർലമെൻ്ററി കോൺഗ്രസിൻ്റെ നേതാക്കളുമായി സംസാരിക്കുന്നു, പാർലമെൻ്ററി കാര്യമന്ത്രി. കോൺഗ്രസ് ഔപചാരികമായ ലിസ്റ്റ് കൊടുക്കുന്നു. അതിന് മുൻപ് തന്നെ ശശി തരൂരിൻ്റെ പേര് ഫ്ലോട്ടഡായി. വേണമെങ്കിൽ കോൺഗ്രസിന് അന്നേരം തന്നെ മുഖം രക്ഷിക്കുന്നതിൻ്റെ ഭാഗമായി ശശി തരൂരിനെ ഉൾപ്പെടുത്തി തന്നെ ഔപചാരിക ലിസ്റ്റ് കൊടുക്കാമായിരുന്നു. അതുണ്ടായില്ല എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ് സംഭവിച്ചത് എന്ന് അറിയില്ല. ഇനി ഒരു ചോദ്യം അവിടെ അവശേഷിക്കുന്നു. ഇങ്ങനെയുള്ള ഈ ടൈമിങ്ങുമായി ബന്ധപ്പെട്ട ആശയക്കുഴപ്പമൊന്നും ഇല്ലായിരുന്നു എന്ന് ധരിക്കുക. അങ്ങനെയെങ്കിൽ തരൂരിൻ്റെ പേര് കോൺഗ്രസിൻ്റെ ലിസ്റ്റിൽ ഉണ്ടാകുമായിരുന്നോ എന്ന ഒരു വലിയ ചോദ്യമുണ്ട്. അങ്ങനെ ഉണ്ടായിട്ടില്ല എങ്കിൽ അതിനർത്ഥം കോൺഗ്രസ് പാർട്ടിക്ക് ഈ ഹോഴ്സസ് ഫോർ കോഴ്സസ് എന്ന രീതിയിൽ ഉചിതരായ കുതിരകളെ യഥാർത്ഥ പന്തയത്തിന് അണിനിർത്താൻ കഴിയുന്നില്ല എന്ന് കരുതേണ്ടി വരും. ഇപ്പം ഇവിടെ ഇതിനകത്ത് കൺഫ്യൂഷൻ വേണമെങ്കിൽ കോൺഗ്രസിന് പറയാം. കാരണം BJP ഏകപക്ഷീയമായി സെലക്ട് ചെയ്തു, അതുകൊണ്ട് അത് ഒഴിവാക്കി ഞങ്ങൾ മറ്റു പേരുകൾ സജസ്റ്റ് ചെയ്തു എന്ന് വേണമെങ്കിൽ പറയാം. പക്ഷേ സെലക്ട് ചെയ്ത 2 പേരുകൾ ആരോപണ വിധേയരാകുമ്പോൾ ഇത് ദേശീയ സുരക്ഷയുടെ വിഷയമാണ്. ഇതൊരു വെറും സൗഹൃദ സന്ദർശനമല്ല. ദേ ആർ ഓൺ എ മിഷൻ, വളരെ വ്യക്തമായ വെൽ ഡിഫൈൻഡ് മിഷൻ. അത് രാജ്യത്തിൻ്റെ ഈ നയം, അഭിപ്രായം, അത് ഗവൺമെൻറ്റിൻ്റെ അഭിപ്രായമല്ല, അത് രാജ്യത്തിന്. ഗവൺമെൻറ് അഭിപ്രായമാണെങ്കിൽ എല്ലാ സർവകക്ഷി സംഘം പോകേണ്ട ആവശ്യമില്ല. മന്ത്രിമാരുടെ ഒരു സംഘം പോയാൽ മതി, ഒരു മിനിസ്റ്റീരിയൽ ടീമിനെ അയച്ചാൽ മതി, അല്ലെങ്കിൽ വിദേശകാര്യമന്ത്രി വിശദീകരിച്ചാൽ മതിയാകും. അത് ഗവൺമെൻറ്റിൻ്റെ നിലപാടാണ്. അങ്ങനെയല്ല, ഇത് രാജ്യത്തിൻ്റെ ജനതയുടെ ആകമാന നിലപാടാണ്. പരമ്പരാഗതമായുള്ള ഇന്ത്യയുടെ പോളിസിയും ഇപ്പോഴത്തെ ഒരു ചെറിയ രീതിയിലുള്ള മാറ്റങ്ങളും എല്ലാം ഉൾക്കൊള്ളുന്ന ഒന്നാണ്. ഇതൊരു തുടർച്ചയുടെ ഭാഗമാണ്. അതുകൊണ്ടാണ് സർവകക്ഷി സംഘം അവിടെ കോൺഗ്രസ് പാർട്ടി എടുത്ത ഒരു നിലപാട്. ഇപ്പോൾ കോൺഗ്രസിനോട് ചോദിക്കണമായിരുന്നു, ചോദിച്ചു, ലിസ്റ്റ് കൊടുത്തു, അത് പൂർണ്ണമായി ഉൾക്കൊണ്ടില്ല. അതേക്കുറിച്ചുള്ള ആശയക്കുഴപ്പം അവിടെ നിലനിൽക്കുന്നു, ഇപ്പോഴും പൂർണ്ണമായി ഉൾപ്പെടുത്തിയിട്ടില്ല. പക്ഷേ കോൺഗ്രസ് ആ ലിസ്റ്റ് അംഗീകരിച്ച സ്ഥിതിക്ക് ആ വിവാദം അവിടെ അവസാനിപ്പിച്ച് ഒരേ തരത്തിൽ പ്രതിപക്ഷവും ഭരണപക്ഷവും മുന്നോട്ട് പോവുക എന്നത് തന്നെയാണ് ഏറ്റവും കരണീയമായ ഒരു കാര്യം. അതിനകത്ത് ലാഭനഷ്ടങ്ങൾ, രാഷ്ട്രീയമായ ലാഭനഷ്ടങ്ങൾ അളക്കാനാണ് കോൺഗ്രസോ ഭാരതീയ ജനതാ പാർട്ടിയോ ശ്രമിക്കുന്നത് എങ്കിൽ ആത്യന്തികമായ നഷ്ടം ദേശീയ താല്പര്യത്തിന് തന്നെയായിരിക്കും. ഇത് 2 കക്ഷികളും മനസ്സിലാക്കുന്നതാണ് നന്ന്. ശ്രീ ബി റജി, ഇവിടെ താങ്കൾ നേരത്തെ സൂചിപ്പിക്കുകയുണ്ടായി, പഹൽഗാം ഭീകരാക്രമണത്തിന് ശേഷം കോൺഗ്രസ് സർക്കാരിന് അനുകൂല നിലപാടാണ് സ്വീകരിച്ചത്, ഭാരതത്തിൻ്റെ ഐക്യത്തിനനുസരിച്ചാണ് എല്ലാവരും പെരുമാറിയത് എന്നുള്ളത്. പക്ഷേ 2 പ്രാവശ്യമാണ് കോൺഗ്രസ് വലിയ രീതിയിലുള്ള വിവാദങ്ങൾക്കിടയാക്കുന്ന സാഹചര്യം സൃഷ്ടിച്ചത്. ഒന്ന്, പഹൽഗാം ഭീകരാക്രമണത്തിന് ശേഷം ഭാരതത്തിനെതിരായ പ്രസ്താവനകൾ സമൂഹ മാധ്യമങ്ങൾ വഴി പോസ്റ്റ് ചെയ്യുക വഴി. ഒടുവിൽ നേതൃത്വത്തിന് മുന്നറിയിപ്പ് നൽകേണ്ടി വന്നു. ഇത്തരത്തിലുള്ള സമൂഹ മാധ്യമ പോസ്റ്റുകൾ കർശനമായും നിർബന്ധമായും ഒഴിവാക്കണം എന്നുള്ളതുകൊണ്ട് പ്രധാനമന്ത്രിയുടെ തലയില്ലാത്ത ഫോട്ടോ പോസ്റ്റ് ചെയ്യുന്നതടക്കമുള്ള കാര്യങ്ങളിലേക്ക് വരെ പോവുകയുണ്ടായി. പക്ഷേ അപ്പോൾ നമ്മൾ കണ്ടതാണ്, കശ്മീർ മുഖ്യമന്ത്രിയുടെ ഭാഗത്തു നിന്ന് പോലും വളരെ വിമർശനാത്മകമായ രീതിയിൽ കോൺഗ്രസിനെതിരെ അദ്ദേഹം കടന്നാക്രമിക്കുന്ന ഒരു രീതിയും അന്ന് നമ്മൾ കണ്ടതാണ്. ഈ വിവാദത്തിന് ശേഷമാണ് കോൺഗ്രസ് അല്പമൊന്ന് അയഞ്ഞത്. അതിനുശേഷം ഇപ്പോൾ നിലവിലുള്ള ഈ പ്രതിനിധി സംഘത്തെ തിരഞ്ഞെടുക്കുന്ന കാര്യത്തിലും കോൺഗ്രസ് വീണ്ടും പ്രതിക്കൂട്ടിലാകുന്ന കാഴ്ചയാണ് കണ്ടത്. തുടർ പാഠങ്ങൾ ഇങ്ങനെ വന്നുകൊണ്ടിരുന്നിട്ടും കോൺഗ്രസിന് എന്തുകൊണ്ടാണ് അത് ഉൾക്കൊള്ളാനും മനസ്സിലാക്കാനും കഴിയാത്തത്? ആദ്യം വിവാദങ്ങൾ വരുന്നു, വിമർശനങ്ങൾ കേൾക്കുന്നു, അതിനുശേഷം പിന്നീടൊരു ന്യായീകരണമോ മുഖം രക്ഷിക്കൽ തന്ത്രവുമായോ അതിനോട് താതാത്മ്യം പ്രാപിച്ച് മുന്നോട്ട് പോകുന്നു. തുടർന്ന് വീണ്ടും പറയുന്നു, ഞങ്ങളുടെ നിലപാട് ഇതുതന്നെയായിരുന്നു, ആദ്യം മുതൽക്കേ ഇതുതന്നെയായിരുന്നു എന്ന് പറയുന്നു. പക്ഷേ കോൺഗ്രസ് പഹൽഗാം ഭീകരാക്രമണത്തിന് ശേഷം പ്രതിരോധത്തിലാകുന്ന കാഴ്ച തന്നെയല്ലേ ഈ വിഷയങ്ങളിലൊക്കെ കണ്ടത്? അതൊക്കെ വെറും ആരോപണങ്ങളല്ലേ രോഹിണി? കോൺഗ്രസ് എക്കാലത്തും രാജ്യ താൽപ്പര്യത്തിനും ദേശീയ സുരക്ഷയ്ക്കും അനുകൂലമായിട്ടുള്ള സമീപനങ്ങളാണ് സ്വീകരിച്ചിട്ടുള്ളത്. അത് മുൻകാലങ്ങളിൽ അങ്ങനെയാണ്, ഇപ്പോഴങ്ങനെയാണ്, വരും കാലങ്ങളിലും അങ്ങനെ തന്നെ ആയിരിക്കും എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. ഞാനൊരു കാര്യം ചോദിക്കട്ടെ, 1994 നരസിംഹറാവു എന്തുകൊണ്ടാണ് അന്നത്തെ പ്രതിപക്ഷ നേതാവ് വാജ്പേയിയെ തെരഞ്ഞെടുത്തുകൊണ്ട് UN അയച്ചത്? ആ ഉന്നതമായ ജനാധിപത്യ പാരമ്പര്യം മുൻകാലങ്ങളിൽ സ്വീകരിച്ചിരുന്നു. അത് മാത്രമല്ല, 1971 ബഹുമാന്യായ ഉരുക്ക് വനിത എന്നറിയപ്പെടുന്ന, അതായത് വാജ്പേയി പോലും ദുർഗ എന്ന് അഭിസംബോധന ചെയ്ത ഇന്ദിരാജി
പാകിസ്ഥാനുമായിട്ടുള്ള യുദ്ധത്തിന് ശേഷം പാർലമെൻറ്റിലേക്ക് കടന്നു വന്നപ്പോൾ സ്റ്റാൻഡിംഗ് ഒവേഷൻ നൽകണം എന്ന് ആദ്യം ആവശ്യപ്പെട്ടത് ബഹുമാന്യനായ വാജ്പേയി ആയിരുന്നു. അപ്പോൾ രാജ്യ താല്പര്യത്തിനപ്പുറം ഇൻ്റർനാഷണൽ കോൺഗ്രസിന് മറ്റൊന്നുമില്ല. നോക്കൂ, കേണൽ സോഫിയ ഖുറേഷിക്കെതിരെയും നമ്മുടെ ഫോറിൻ സെക്രട്ടറി വിക്രം മിശ്രയ്ക്കെതിരെയും സൈബർ ആക്രമണം വലത് മീഡിയകളുടെ ഭാഗത്തു നിന്നും ഉണ്ടായപ്പോൾ എന്തുകൊണ്ട് അതിനെതിരെ നടപടി സ്വീകരിച്ചില്ല? അതൊക്കെ പോട്ടെ, സോഫിയ ഖുറേഷിക്കെതിരെ മധ്യപ്രദേശിലെ മന്ത്രി വിജയ് ഷാ ദുരാരോപണം ഉന്നയിച്ചപ്പോൾ നമ്മുടെ താല്പര്യങ്ങൾക്ക് വിരുദ്ധമായ ആരോപണം ഉന്നയിച്ചിട്ട് BJP എന്ത് നിലപാട്, എന്ത് നടപടി സ്വീകരിച്ചു? പിന്നെ ഓരോ രാഷ്ട്രീയ കക്ഷിക്കും അതിൻ്റേതായ ചട്ടക്കൂടുണ്ടെന്ന് ഞാൻ നേരത്തെ പറഞ്ഞു. കഴിഞ്ഞ നവംബറിലാണ് 40 പേരെയാണ് BJPയുടെ താല്പര്യങ്ങളെ, അവരുടെ ആശയങ്ങൾക്ക് വിരുദ്ധമായി പ്രവർത്തിച്ച മഹാരാഷ്ട്രയിൽ നിന്നുള്ള 40 പേരെ അവർ നടപടിയെടുത്ത് പുറത്താക്കുകയുണ്ടായി. അപ്പോൾ ഓരോ രാഷ്ട്രീയ കക്ഷിക്കും അതിൻ്റെ ചട്ടക്കൂടുകളുണ്ട്, അതിൻ്റെ ലക്ഷ്മണ രേഖകളുണ്ട്, അതിന് പ്രതിബദ്ധതകളുണ്ട്. അപ്പോൾ ആ രാഷ്ട്രീയ പാർട്ടിയിൽ ചേരുമ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട അതിൻ്റെ നിലപാടുകളെ സ്വീകരിക്കാനുള്ള സന്മനസ്സുണ്ടാവണം. അല്ലാതെ ആ പാർട്ടിയോട് ചേർന്ന് നിന്നുകൊണ്ട് ആ പാർട്ടിയെ പിന്നിൽ നിന്ന് കുത്തുന്ന സമീപനമല്ല സ്വീകരിക്കേണ്ടത്. ഇവിടെ എക്കാലത്തും ഇപ്പോൾ പഹൽഗാം സംബന്ധിച്ച് 2 ഓൾ പാർട്ടി മീറ്റിംഗ് കൂടി, ആ 2 എണ്ണത്തിലും പങ്കെടുക്കുവാനുള്ള ഒരു ധാർമ്മിക മര്യാദ എന്തുകൊണ്ട് നമ്മുടെ ഇന്ത്യൻ പ്രധാനമന്ത്രി ബഹുമാന്യനായ മോദിജി കാട്ടിയില്ല? അവിടെ അദ്ദേഹം വരേണ്ടതായിരുന്നില്ലേ? അപ്പോൾ ഇന്ത്യയിലെ പ്രതിപക്ഷ പാർട്ടികളോട് ഈ കാര്യങ്ങൾ വിശദീകരിക്കാനുള്ള ഒരു സന്മനസ് എന്തുകൊണ്ട് അദ്ദേഹം കാട്ടിയില്ല? മാത്രമല്ല, പ്രതിപക്ഷ കക്ഷികൾ എപ്പോഴും ആഗ്രഹിക്കുന്ന എന്താണ്? ഒരു പാർലമെൻറ്റ് സമ്മേളനം വിളിക്കണം. നമ്മുടെ ജനാധിപത്യ രാജ്യമാണ്, നമ്മുടെ ജനങ്ങൾക്ക് മുമ്പാകെ നമ്മൾ സ്വീകരിച്ച നടപടികളെ നമ്മൾ വിശദീകരിക്കണം. ഇവിടെ നോക്കൂ, എല്ലാ പാർട്ടികളും ഈ ഭീകരാക്രമണത്തിനെതിരെ ഗവൺമെൻറ് സ്വീകരിച്ച നടപടികളെ പൂർണ്ണ പിന്തുണയാണ് നൽകിയത്. ഒരു വിവാദവും ഉണ്ടാക്കാൻ ആഗ്രഹിച്ചിട്ടില്ല. പക്ഷേ ഇവിടെ വിവാദമുണ്ടാക്കി സങ്കുചിതമായ രാഷ്ട്രീയം താല്പര്യം സംരക്ഷിക്കുന്നത് BJP അല്ലേ? ഇവിടെ ഇങ്ങനെ ഓൾ പാർട്ടി മീറ്റിംഗ് പോകുമ്പോൾ അതിൽ ഏതൊക്കെ പ്രതിനിധികളെ അയക്കണം എന്ന് അതാത് പാർട്ടിയുടെ നേതൃത്വത്തോട് ആവശ്യപ്പെട്ടാൽ പോരെ? നോക്കൂ, തൃണമൂൽ കോൺഗ്രസിൻ്റെ സുദീപ് ബന്ദോപാധ്യായ അദ്ദേഹം ആ പാർട്ടിയുമായിട്ട് ബന്ധപ്പെട്ട് പറഞ്ഞു, ഞാൻ പങ്കെടുക്കുന്നില്ല എന്ന് പറഞ്ഞു. എൻ്റെ പാർട്ടിയോട് ആലോചിച്ചിട്ട് ഞാൻ തീരുമാനമെടുക്കുമെന്ന് പറഞ്ഞത് എത്ര മര്യാദയായിട്ട്, എത്ര ധാർമ്മികമായിട്ട്, എത്ര ഉന്നതമായ ഒരു ജനാധിപത്യ വീക്ഷണമാണെന്നൊന്ന് കരുതി നോക്കൂ. അപ്പോൾ ഇൻ്റർനാഷണൽ കോൺഗ്രസിനെ സംബന്ധിച്ച് അത് എക്കാലത്തും ദേശീയ താല്പര്യത്തിനൊപ്പമാണ് നിൽക്കുന്നത്. രാജ്യത്തിൻ്റെ സുരക്ഷയ്ക്കും ഇൻറ്റഗ്രിറ്റിക്കും വേണ്ടി നിന്നു. പിന്നെ നേരത്തെ ബഹുമാന്യനായ അഡ്വക്കേറ്റ് ജയസൂര്യൻ അദ്ദേഹം പറഞ്ഞു, കോൺഗ്രസ് പാർട്ടിയുടെ പാരമ്പര്യത്തെക്കുറിച്ച് പറഞ്ഞപ്പോൾ അദ്ദേഹം സ്വയം ഒരു കാര്യം ഞാൻ അദ്ദേഹത്തെ ഓർമ്മിപ്പിക്കുന്നു. 140 വർഷം പാരമ്പര്യമുള്ള ഇൻ്റർനാഷണൽ കോൺഗ്രസ് ഇവിടെ ജനാധിപത്യ പാരമ്പര്യം സൃഷ്ടിക്കുകയും നമുക്ക് ഒരു ഭരണഘടന സംഭാവന ചെയ്യുകയും ചെയ്തു. ആ പാരമ്പര്യം കാട്ടുകയും ചെയ്യുന്നുണ്ട്. പക്ഷേ 38 വർഷം മാത്രം പാരമ്പര്യമുള്ള ചരിത്രമുള്ള BJP സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്തിട്ടില്ല, അല്ലെങ്കിൽ അത്രയും കാലത്തെ പാരമ്പര്യം മാത്രമേ ഉള്ളൂ എന്ന് അദ്ദേഹം വ്യംഗ്യേന സമ്മതിക്കുന്നു എന്നുകൂടി അദ്ദേഹത്തിൻ്റെ വാക്കുകളിൽ വെളിവാകുന്ന കാര്യം കൂടി ഞാൻ പറയുന്നു. അപ്പോൾ ഇവിടെ ഇന്ദിരാഗാന്ധിയെ ഒരിക്കൽ ദുർഗ എന്ന് വിശേഷിപ്പിച്ച അത്ര ജനാധിപത്യ പാരമ്പര്യം കാത്തുസൂക്ഷിച്ചിട്ടുള്ള ഒരു പാർട്ടിയായിരുന്നു BJP. പക്ഷേ ഇപ്പോൾ പല ചോദ്യങ്ങൾക്കും മറുപടി നൽകുവാൻ അവർക്ക് കഴിയുന്നില്ല. 2008 മുംബൈ ആക്രമണത്തിൻ്റെ സമയത്ത് ബഹുമാന്യനായ ഇന്നത്തെ പ്രധാനമന്ത്രി അന്ന് ഗുജറാത്ത് മുഖ്യമന്ത്രിയായിരുന്നു. അദ്ദേഹം മുംബൈയിൽ എത്തി രാജ്യത്തെ അന്നത്തെ ഭരണകൂടത്തിനെതിരെ അതിശക്തമായ നിശ്ചിതമായ വിമർശനം ഉന്നയിച്ചത് നമ്മൾ സോഷ്യൽ മീഡിയയിൽ കാണുന്നതല്ലേ. 2018 ഇന്ത്യൻ പാർലമെൻറ്റിൽ ബഹുമാന്യനായ ആഭ്യന്തരമന്ത്രി അമിത്ഷാ അദ്ദേഹം എന്താണ് പ്രസംഗിച്ചത്? ആ 71 യുദ്ധത്തിൽ POK നമ്മൾ എന്തുകൊണ്ട് പിടിച്ചെടുത്തില്ല എന്ന് ചോദിച്ചത്. ഇവിടെ പഹൽഗാം ഭീകരാക്രമണത്തിൻ്റെ പശ്ചാത്തലത്തിൽ നമ്മൾ തിരിച്ചടി നടത്തിയപ്പോൾ അതിൻ്റെ വെടിനിർത്തൽ പ്രഖ്യാപിക്കുന്നത് ആരാണ്? അമേരിക്കൻ ഭരണകൂടം, അമേരിക്കൻ ട്രംപ്. അപ്പോൾ ഇന്ത്യക്ക് ഭരണാധികാരികളില്ലേ? നമ്മൾ എന്തുകൊണ്ട് എന്തായാലും അതിനുള്ള മറുപടി ശ്രീ ജയസൂര്യന്റെ ഭാഗത്തു നിന്നുണ്ടാകും. ശ്രീ ജയസൂര്യൻ, 1 മിനിറ്റിൽ സമയക്കുറവുണ്ട്. ട്രംപ് അല്ല ഈ പറഞ്ഞ കാര്യം പ്രഖ്യാപിച്ചത്, അത് ഇന്ത്യയാണ്. അതുപോലെ തന്നെ പാകിസ്ഥാനാണ് വ്യക്തമായിട്ടും ആദ്യമായി ഇത് ആവശ്യപ്പെട്ടത്. വെടിനിർത്തിയേ പറ്റൂ, ഞങ്ങൾ വെടിനിർത്തലിന് തയ്യാറാണ്. ട്രംപിന്റെ രാഷ്ട്രീയ താല്പര്യങ്ങൾ, അത് ട്രംപിന്റേതായിട്ടുള്ള തന്ത്രങ്ങൾ, അവസാനം അദ്ദേഹം പറഞ്ഞ വാക്കുകൾ വിഴുങ്ങിക്കൊണ്ട് ലോകം മുഴുവൻ ഓടി നടന്ന് അതിന് മാപ്പ് പറയുന്ന ഒരു അവസ്ഥ പിന്നീട് നമ്മൾ കണ്ടില്ലേ? അത് ഇന്ത്യയുടെ വിജയമല്ലേ? അതുപോലെ തന്നെ കോൺഗ്രസിന്റെ പാരമ്പര്യം ഞാൻ പറഞ്ഞത്, കോൺഗ്രസിന് 55 വർഷത്തെ ചരിത്രമേ ഉള്ളൂ. 140 വർഷത്തെ ചരിത്രം എടുത്താൽ RSS എന്ന് പറയുന്നത് കോൺഗ്രസിനകത്താ, കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്ന് പറയുന്നത് കോൺഗ്രസിന്റെ അകത്താ. അപ്പൊ RSSും കമ്മ്യൂണിസ്റ്റ് പാർട്ടി അടക്കമുള്ള എല്ലാ ആൾക്കാരും 140 വർഷം മുമ്പ് കോൺഗ്രസിന്റെ ഉള്ളിലാ. അതുകൊണ്ട് കോൺഗ്രസിന്റെ പാരമ്പര്യം പറയാൻ പറ്റില്ല. ഭരണഘടന ഇന്ത്യക്ക് നൽകിയത് കോൺഗ്രസ് പാർട്ടി അല്ലേ അല്ല. ശരി ശരി ശ്രീ ജയസൂര്യൻ, സമയക്കുറവുള്ളതുകൊണ്ട് മാത്രമാണ് ഞാനൊന്ന് ഇടപെടുന്നത്. എന്തായാലും പഹൽഗാം ഭീകരാക്രമണത്തിന് ശേഷം ഭാരതം സ്വീകരിച്ചിരിക്കുന്ന ശക്തമായ നിലപാടുകൾ അത്
മുന്നോട്ട് തന്നെ പോവുകയാണ്. രാജ്യത്തിനകത്തായാലും പുറത്തായാലും ഭാരതം സ്വീകരിക്കുന്ന നിലപാടുകളുമായി മുന്നോട്ട് പോകുന്ന പ്രവണത തന്നെയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. സൺഡേ ഡിബേറ്റ് പൂർണ്ണമാകുന്നു. പങ്കെടുത്ത എല്ലാ അതിഥികൾക്കും നന്ദി. ഒപ്പം പ്രേക്ഷകർക്കും നമസ്തേ.